ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൂരത്തും ചാരത്തും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും അനശ്വരനായ യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീതമായ നാമത്തിൽ സായങ്കാല വന്ദനങ്ങളെ സാദരം അറിയിച്ചു. ഭക്തിസാന്ദ്രമായിരിക്കുന്ന ഗാനങ്ങളാൽ കർത്താവായ യേശുക്രിസ്തുവിനെ പാടി മഹത്വപ്പെടുത്തുകയായിരുന്നു ഇതിലേറെ. എന്നാൽ ഇനി നാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ കാലയളവിൽ കർത്താവായ യേശുക്രിസ്തുവും തൻ്റെ ശിഷ്യന്മാരും ഒലിവുമലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ കർത്താവായ യേശുക്രിസ്തുവോട് ചോദിച്ചു, അങ്ങയുടെ വരവിനും യുഗ അവസാനത്തിനും അടയാളം. യേശുക്രിസ്തു അതിന് ഉത്തരം പറഞ്ഞത് വിശുദ്ധ ബൈബിളിലെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായവും വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ യേശുക്രിസ്തു ഇപ്രകാരമാണ് അന്വേഷിച്ചത്. അന്ത്യകാലത്ത് രാജ്യം രാജ്യത്തോട് എതിർക്കും, ജാതി ജാതിയോട് എതിർക്കും, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും നിങ്ങൾ കേൾക്കും. ഭൂമി മത്തനെ പോലെ ചാഞ്ചാടും, കടലിൻ്റെ ഓളവും തിരയുടെ മുഴക്കം ജാതികൾ പരിഭ്രമിക്കും. അത്തി മുതലായ വൃക്ഷങ്ങൾ തളർക്കുന്നത് കാണുമ്പോൾ വേനലെടുത്തു ഞാൻ വാതിക്കൽ എന്നറിയും. ഒരു കൈയിൽ പത്രവും മറുകൈയിൽ ദൈവഗ്രന്ഥമായി വിശുദ്ധ ബൈബിളും വെച്ച് പരിശോധിച്ചാൽ ഇന്ന് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ കാലഘട്ടത്തിൽ നിറവേറുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. രാജ്യം രാജ്യത്തോട് എതിർക്കുമെന്ന് പറഞ്ഞാൽ രാജ്യങ്ങളുണ്ടായ കാലം മുതൽ യുദ്ധമുണ്ട്. എന്നാൽ ഒരു രാജ്യം ആ രാജ്യത്തിന് തന്നെ എതിരായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടം. എല്ലാ രാജ്യങ്ങളിലും ഭീകരവാദം അതിശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്നു. ഓരോ രാജ്യത്തും എത്ര സാങ്കേതിക വിദ്യ വളർന്നാലും ഭീകരവാദികൾ അഴിഞ്ഞാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ലോകത്തിൻ്റെ ഏതൊരു കോൺ പരിശോധിച്ചാലും അവിടെയെല്ലാം അത് വർദ്ധിച്ചു വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ജാതി ജാതിയോട് എതിർക്കുമെന്ന് പറഞ്ഞാൽ ജാതികളിൽ ഏറ്റവും ഐക്യമുള്ള ജാതിയാണല്ലോ ഇസ്ലാം. സലാം എന്ന വാക്കിൽ നിന്നാണ് ഇസ്ലാം എന്ന പദമുണ്ടായത്. സലാം എന്ന വാക്കിൻ്റെ അർത്ഥം കീഴടങ്ങുക, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അനുസരിക്കുക. അത്ര നിഷ്ഠയുള്ള മതമായിരുന്നിട്ടും ആ മതത്തിലും സുന്നി സിയ വിഷയത്തിൽ എത്രയോ ലക്ഷങ്ങളാണ് തമ്മിലടിച്ചു മരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ക്രൈസ്തവ മതത്തിലേക്ക് വന്നാലും ബാബാ കക്ഷിയും എത്രാം കക്ഷി പോരും ഇപ്പോൾ കത്തോലിക്ക മതത്തിലും അതുപോലെ തന്നെ പോരാരംഭിച്ചിരിക്കുകയാണ്. വടക്കേ ഇന്ത്യയിലേക്ക് ചെന്നാൽ പശു അറച്ച് ഭക്ഷിച്ചു എന്ന പേരിലും ഒരേ ജാതിയിൽപ്പെട്ടവർ തന്നെയാണ് ഒരേ ജാതിയിലുള്ളവരെ വകവരുത്തിക്കൊണ്ടിരിക്കുക, ജാതി വേറ്റുമ. ഇങ്ങനെ എവിടെ നാം ശ്രദ്ധിച്ചാൽ അവിടെയെല്ലാം ജാതി ജാതിയോട് എതിർക്കുന്നു, രാജ്യം രാജ്യത്തോട് എതിർക്കുന്നു, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും നാം കേൾക്കുന്നു. ഏത് പത്രമെടുത്ത് നോക്കിയാലും യുദ്ധക്കെടുതികളും യുദ്ധത്തിൻ്റെ ഭയാനകമായിരിക്കുന്ന അവസ്ഥകളുമാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു. നമുക്കറിയാം, കഴിഞ്ഞ നാളുകളിലുണ്ടായ ഭൂകമ്പങ്ങളും അതോടൊപ്പം തന്നെ ഭൂമി കുലുക്കത്തിൻ്റെയും ഉരുളുപൊട്ടലിൻ്റെയും എല്ലാം തിക്തഫലങ്ങൾ നമ്മുടെ കേരളം ശരിയായ രീതിയിൽ അനുഭവിച്ചതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരി സഹോദരന്മാരെ, കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, അത്തി മുതലായ വൃക്ഷങ്ങൾ തളർക്കുമ്പോൾ വേനലെടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അത്തി എന്ന് പറഞ്ഞിരിക്കുന്നത് ബൈബിൾ പരിശോധിച്ചാൽ അറിയാം, യഹൂദന്റെ രാഷ്ട്രീയ വ്യവസ്ഥതയാണ് പറഞ്ഞിരിക്കുന്നത്. യഹൂദന്റെ ആത്മീയ വ്യവസ്ഥയെ പറഞ്ഞിരിക്കുന്നത് ഒലിവ് മരത്തോടാണ്. അത്തി മുതലായ വൃക്ഷങ്ങൾ തളർക്കുന്നു കാണുമ്പോൾ നിങ്ങൾ വേനലെടുത്തു ഞാൻ വാതിക്കൽ എന്നറിയുവീൻ എന്നാണ് പറഞ്ഞത്. കർത്താവായ യേശുക്രിസ്തു പറയുന്ന കാലഘട്ടം കഴിഞ്ഞ് നമുക്കറിയാം, യഹൂദൻ എന്ന് പറഞ്ഞ അത്തിയെക്കുറിച്ച് പരിശോധിച്ചാൽ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ അഥവാ 3 മതക്കോടതികളും 3 സിവിൽ കോടതികളും മാറി മാറി വിസ്തരിച്ചിട്ടും യാതൊരു തെറ്റും കണ്ടുപിടിക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ അങ്ങനെ ജനം അവന്റെ മേൽ ആരോപിക്കപ്പെട്ട ഒരു തെറ്റും തെളിയിക്കാൻ കഴിയാതിരുന്നപ്പോൾ തന്നെ യഹൂദന്മാരോട് പീലാത്തോസ് ചോദിച്ചു, ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരട്ടെ, യേശുക്രിസ്തുവിനെ വിട്ടുതരട്ടെ, ബറാബാസിനെ ശിക്ഷിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ യഹൂദ ജനതം ഒന്നടങ്കം
ശാസ്ത്രിമാരും പരീശന്മാരും അടക്കം പറഞ്ഞു, ഇവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതി പേരും വരട്ടെ, ഞങ്ങൾക്ക് ബറാബാസിന് വിട്ടു തരുവാനാണ് അവർ ആവശ്യപ്പെട്ടത്. അങ്ങനെ യേശുക്രിസ്തുവിന്റെ രക്തത്തിന് അവർ ചോദിച്ചു വാങ്ങിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നീടുള്ള കാലചരിത്രം പരിശോധിച്ചാൽ കാലത്തിന്റെ ഗതികളിൽ യഹൂദനെന്ന ആ ജനത അനുഭവിച്ച ഭയാനകമായിരിക്കുന്ന വേട്ടയാടലുകൾ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തുവിന്റെ രക്തത്തിന് അവർ വില പറയുവാൻ തുടങ്ങി. AD 70 യഹൂദന്റെ കാലത്തെയും അഭിമാന സ്തംഭമായിരുന്ന ജെറുസലേം ദൈവാലയം, ആ ദൈവാലയം അഥവാ ടൈറ്റസ് സൈന്യവുമായി വന്ന് ആ ദൈവാലയത്തെ വളഞ്ഞു. ആ ദൈവാലയത്തിന് തീവച്ച് അതിൻ്റെ അടിക്കല്ല് പോലും ആനയ്ക്ക് കൽപ്പകെട്ടി ഇളക്കിക്കളഞ്ഞുവെന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇന്നും മുടിഞ്ഞ അവസ്ഥയിലാണ് ജെറുസലേം ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങൾ കാണുവാൻ കഴിയും. അതൊരു ചരിത്ര സംഭവമാണ്. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ഏകദേശം 15 ലക്ഷത്തോളം യഹൂദന്മാരെ അന്ന് റോമൻ സൈന്യം കൊന്നൊടുക്കി. 97,000-ഓളം ചെറുപ്പക്കാരെ അന്ന് അടിമകളായി പിടിച്ചുകൊണ്ടുപോയി വിവിധ തെരുക്കോണുകളിൽ അവർ വിൽക്കുകയുണ്ടായി. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. നാം അറിയുന്ന പോലെ AD 135 ആയപ്പോഴേക്കും എല്ലാ യഹൂദനെയും ജെറുസലേമിൽ നിന്ന് നാടുകടത്തി. അങ്ങനെ ലോകത്തിന്റെ നാനാ കോണുകളിലേക്ക് ചിതറപ്പെട്ട യഹൂദൻ ഏതെല്ലാം രാജ്യങ്ങളിൽ ചേക്കേറിയോ അവിടെയെല്ലാം പീഡിപ്പിക്കപ്പെട്ടു. റഷ്യയിൽ മാത്രം 20 ലക്ഷത്തോളം യഹൂദനെ അഥവാ അവർ കൊന്നുകളഞ്ഞു. ചെന്ന് രാജ്യങ്ങളിലെല്ലാം അവർ പീഡിപ്പിക്കപ്പെട്ടു, കൊല ചെയ്യപ്പെട്ടു. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടം തന്നെ പരിശോധിച്ചാൽ 60 ലക്ഷത്തോളം യഹൂദനെ ഗ്യാസ് ചേമ്പറിലിട്ട് ചുട്ടുകളഞ്ഞു അന്നത്തെ ഭീകരനായ ഭരണാധികാരി ഹിറ്റ്ലർ. അങ്ങനെ അത്തി ഉണങ്ങിപ്പോയ ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇനി ഒരിക്കലും അത്തി തകർക്കില്ല എന്ന് എഴുതി തള്ളിയ കാലഘട്ടം. അപ്പോഴാണ് കർത്താവായ യേശുക്രിസ്തു 2000 ആണ്ടുകൾക്ക് അപ്പുറത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, അത്തി മുതലായ വൃക്ഷങ്ങൾ തളർക്കും. ഈ അത്തി ഉണങ്ങിയെങ്കിൽ ഈ ഉണങ്ങിയ അവസ്ഥയിൽ എത്തിയിരിക്കുന്ന അത്തി തകർക്കുന്ന ഒരു നാളുണ്ട്. പ്രിയ സ്നേഹിതന്മാരെ, 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ, 1ആം ലോകമഹായുദ്ധം കൊണ്ട് ആർക്കാണ് നേട്ടമുണ്ടായെന്ന് ചോദിച്ചാൽ, യഹൂദന് അവന്റെ സ്വന്തം ദേശത്തേക്കൊന്ന് കടന്നു ചെല്ലുവാൻ, ആ വിലാപമായ മതിലിലും അത് മുഖം മുട്ടിച്ച് കരയുവാൻ, പ്രാർത്ഥിക്കുവാനുള്ള അവസരം കിട്ടി. 2ആം ലോകമഹായുദ്ധത്തിൽ അഥവാ ആർക്കാണ് പ്രയോജനം ലഭിച്ചതെന്ന് ചോദിച്ചാൽ, അത്യുതന്റെ ശക്തികളും അതുപോലെ സഖ്യസേനയും ഒരുപോലെ ഏറ്റുമുട്ടിയ ആ യുദ്ധത്തിൽ അഥവാ യഹൂദനോട് ചോദിച്ചു, സഖ്യസേനയിലെ അമേരിക്ക ചോദിച്ചു, വല്ല രക്ഷയുണ്ടോ ഞങ്ങളെ രക്ഷപ്പെടുത്തുവാനെന്ന്. മറ്റാരോടും ചോദിച്ചില്ല. ബുദ്ധിയിൽ അത്ര ശ്രേഷ്ഠന്മാരായിരിക്കുന്ന യഹൂദന്മാർ പറഞ്ഞു, ഞങ്ങൾ തരാം, പക്ഷേ ഞങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബിന് ദൈവം, സ്വർഗത്തിലെ ദൈവം വാഗ്ദത്തം ചെയ്ത ദേശം ഞങ്ങൾക്ക് വിട്ടുതരണം. പ്രിയ സഹോദരന്മാരെ, തുർക്കി സുൽത്താന്റെ കീഴിൽ 400 വർഷമായി അവർ വെച്ചുകൊണ്ടിരിക്കുന്ന ദേശം വിട്ടുകൊടുക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. എന്നാൽ അമേരിക്ക അടക്കമുള്ള സഖ്യസേന പറഞ്ഞു, ഞങ്ങൾ യുദ്ധം ജയിച്ചാൽ അത് വിട്ടുതരാം. എന്തുകൊണ്ട് യഹൂദൻ അത് പറയാൻ കഴിഞ്ഞുവെന്ന് ചോദിച്ചാൽ, ആകാശഭൂമികൾ മാറിയാലും മാറ്റമില്ലാത്ത ദൈവ തിരുവെഴുത്ത് എഴുതി സൂക്ഷിച്ചിരിക്കുന്നവരാണ് പ്രിയരെ യഹൂദന്മാർ. അതുകൊണ്ടാണ് യഹൂദന്മാരുടെ തിരുവെഴുത്ത് നാം വിളിക്കുന്ന ക്രൈസ്തവരുടെ പഴയ നിയമത്തിൽ ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നീ ഹിമത്തിന്റെ മണ്ണാറത്തോളം ചെന്നിട്ടുണ്ടോ? കൽമയുടെ കൂമ്പാട് നീ കണ്ടിട്ടുണ്ടോ? അത് പോരും പടയുള്ള കാലത്തേക്ക് ഞാൻ കരുതി വെച്ചിരിക്കുന്നുവെന്നാണ് പറഞ്ഞത്. എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരന്മാരെ, ആ ശീതീകരണത്തിൽ സൂക്ഷിക്കുന്ന ഗുപ്തമായ ആയുധം അത് പോരും പടയ്ക്കുമായി സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ യഹൂദൻ, ആ യഹൂദനെ സംബന്ധിച്ചിടത്തോളം ആ യഹൂദനിൽപ്പെട്ട യേശുക്രിസ്തുവിന്റെ ശിഷ്യനായിരുന്ന പത്രോസ്, ഉന്നത വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത പത്രോസ് തന്റെ അഥവാ ലേഖനത്തിലൂടെ പറഞ്ഞു. പത്രോസിന്റെ 2ാം ലേഖനം അതുകൊണ്ട് 3-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യങ്ങളിൽ ഇപ്രകാരമാണ് പറഞ്ഞത്, അന്ത്യനാളുകളിൽ മൂലപദാർത്ഥങ്ങൾ കത്തിയെഴുതി നിങ്ങൾ കാണും. അന്ന് ലോകശാസ്ത്രം പറഞ്ഞു പത്രോസിന് വട്ടാണ്, ബൈബിൾ പറ്റിയ തെറ്റാണ്. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരന്മാരെ, നാഗസായാലും ഹിരോഷിമയിലും ആറ്റം ബോംബ് വീണപ്പോഴാണ് മനസ്സിലായത്, പത്രോസിനല്ല തെറ്റുപറ്റിയത്, ബൈബിളിനല്ല തെറ്റുപറ്റിയത്, പിന്നെയോ ശാസ്ത്രം എന്ന് വിശ്വസിച്ചിരുന്ന, ശാസ്ത്ര പടുക്കളെന്ന് കരുതിയിരുന്ന ശാസ്ത്രജ്ഞന്മാർക്കാണ് തെറ്റുപറ്റിയത്. അങ്ങനെ നാഗസായാലും ഹിരോഷിമയിലും ആറ്റം ബോംബ് വീഴുകയും അങ്ങനെ അച്ചുതണ്ട് ശക്തികൾ പരാജയപ്പെടുകയും
അതിന്റെ പരിണതഫലമായി യഹൂദന് ബാൽബർ പ്രഖ്യാപനം വഴി ഒരു രാഷ്ട്രം തന്നെ ലഭിച്ചു. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. അവർക്ക് സ്വന്തമായ രാഷ്ട്രം 1948 മെയ് മാസത്തിൽ ലഭിച്ചപ്പോൾ കർത്താവായ യേശു ക്രിസ്തു 2000 ആണ്ടുകൾക്ക് അപ്പുറത്ത് പറഞ്ഞു, അത്തി മുതലായ വർഷങ്ങൾ തകർക്കുന്നു കാണുമ്പോൾ വേനലെടുത്തു, ഞാൻ വാതിൽക്കൽ എന്നറിയില്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് കൽപ്പിത കഥകളാലല്ല ഞങ്ങൾ ഈ സുവിശേഷം നിങ്ങളോട് അറിയിക്കുന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത് ദൈവഗ്രന്ഥമായ വിശുദ്ധ ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. തീമോഥെയോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ ഇപ്രകാരമാണ് പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഇത് അന്ത്യകാലമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഈ കാലഘട്ടം ഇനി അധികം മുന്നോട്ട് പോവുകയില്ല എന്ന്, ഇത് അന്ത്യകാലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്രകാരമാണ് പൗലോസ് പറയുന്നത്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇന്നത്തെ മനുഷ്യ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ, കഴിഞ്ഞ കാലങ്ങളെ വെച്ച് പരിശോധിച്ചാൽ, ഒരു മനുഷ്യനും സ്വസ്ഥതയോടെയോ സ്വൈര്യത്തോടെയോ സമാധാനത്തോടെയോ സന്തോഷത്തോടെയോ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ, അത്രമാത്രം ഭീതിജനകമായിരിക്കുന്ന ഒരവസ്ഥയിലല്ലേ ഇന്നത്തെ ലോകം മുന്നോട്ട് പോകുന്നത്. ഇത്രമാത്രം ശാസ്ത്രീയമായി വളർന്നു, ഇത്രമാത്രം വിദ്യാഭ്യാസപരമായി വരുന്നു, അതുപോലെ ഇത്രമാത്രം സാമ്പത്തികമായി വളർന്നിട്ടും ബുദ്ധിമാനായ മനുഷ്യനായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഇന്ന് മനുഷ്യൻ ഇത്ര അധാർമികമായി അധംപതിച്ചിരിക്കുന്നത്? ഇത് അന്ത്യകാലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്ത്യകാലത്ത് മനുഷ്യന്റെ സ്വഭാവ രീതികളെ കുറിച്ച് ദൈവഗ്രന്ഥം 2000 വർഷം എഴുതി വെച്ചിട്ടുണ്ട്. പ്രിയരെ, മനുഷ്യർ സ്വസ്നേഹികളാവും. ഞാൻ ചോദിച്ചോട്ടെ, ഇന്ന് ഏതൊരു വ്യക്തിയെ എടുത്ത് പരിശോധിച്ചാലും സ്വസ്നേഹമുള്ളൂ എന്ന് പറഞ്ഞാൽ കുടുംബത്തോട് സ്നേഹമില്ലാതെ, സമൂഹത്തോട് സ്നേഹമില്ലാതെ, രാഷ്ട്രത്തോട് സ്നേഹമില്ലാതെ തന്റെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് മനുഷ്യൻ എത്തിച്ചേർന്നില്ലേ? ഇന്ന് ലോകത്ത് ആരെ എടുത്ത് പരിശോധിച്ചാലും അവരെല്ലാം സ്വസ്നേഹികളാണ്. എന്നാൽ ഒരു 25-30 വർഷം മുമ്പ് പരിശോധിച്ചാൽ അങ്ങനെ ആയിരുന്നില്ല. കൂട്ടുകാരുണ്ടായിരുന്നു, വീട്ടുകാരുണ്ടായിരുന്നു, മാതാപിതാക്കളോടുകൂടി ജീവിച്ചിരുന്ന മനുഷ്യൻ ഇന്ന് സ്വസ്നേഹിയായി മാറിയില്ലേ? അതുപോലെ ഇന്ന് നാം പരിശോധിച്ചു കഴിഞ്ഞാൽ ദ്രവ്യാഗ്രഹികളായിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ്രവ്യാഗ്രഹം മൂത്ത് മനുഷ്യൻ ഇന്ന് എന്തെല്ലാമാണ് ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏതൊരു മേഖല നാം പരിശോധിച്ചാലും ദ്രവ്യാഗ്രഹമല്ലാതെ മറ്റൊന്നും കാണുവാൻ കഴിയില്ല. ഒരു കുട്ടിയെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുമ്പോൾ ആ മാതാപിതാക്കളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ജോലി കിട്ടണം, അതിലേറെ നല്ല ജോലിയിൽ അഥവാ നല്ല പണം സമ്പാദിക്കണം. ആ പണം കൊണ്ട് അഥവാ ദ്രവ്യ സമ്പാദ്യമാണ് ഒരു ലക്ഷ്യം. അതുകൊണ്ടാണ് ദൈവത്തെക്കുറിച്ചോ ദൈവസ്നേഹത്തെക്കുറിച്ചോ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചോ പഠിപ്പിക്കാതെ മറ്റെല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ കൊടുക്കും. അങ്ങനെ ട്യൂഷൻ കൊടുത്ത് പഠിപ്പിക്കുന്ന മക്കൾ ഇന്ന് ദ്രവ്യാഗ്രഹം മൂത്ത് സ്വന്തം രാജ്യം ഉപേക്ഷിച്ച് മറ്റു രാജ്യങ്ങളിൽ ചേക്കേറിയിരിക്കുകയല്ലേ? എന്താണ് ഇതിന് കാരണമെന്ന് ചോദിച്ചാൽ ആ ദ്രവ്യാഗ്രഹം മൂത്തിരിക്കുന്നു. ഏതൊരു ഗവൺമെന്റ് ഓഫീസുകളിൽ ചെന്നാലും ഭൂരിഭാഗം ഉദ്യോഗസ്ഥന്മാരും ദ്രവ്യാഗ്രഹം മൂത്ത് കൈക്കൂലി വാങ്ങുന്നവരല്ലേ? ഏതൊരു രാഷ്ട്രീയ നേതാവിനെടുത്ത് പരിശോധിച്ചാലും അവിടെയും കൈക്കൂലിയല്ലേ? ഏതൊരു ആത്മീയ നേതാവിനെടുത്ത് പരിശോധിച്ചാലും അവിടെയെല്ലാം ഇന്ന് നടക്കുന്നത് പണത്തിന് വേണ്ടിയുള്ള പ്രകടനങ്ങളല്ലേ പ്രിയരെ? അതുകൊണ്ടാണ് അധം പതിച്ചിരിക്കുന്നു, ദ്രവ്യാഗ്രഹികളായിരിക്കുന്നു, വമ്പ് പറയുന്നവരായിരിക്കുമെന്നാണ് പറഞ്ഞത്. നമുക്കറിയാം, ഇന്ന് മനുഷ്യന് താഴാഴ്മ നഷ്ടപ്പെട്ടിരിക്കുന്നു, വിനയം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഏതൊരു ശിശു ആയിരുന്നാലും, ബാലനായിരുന്നാലും, യൗവനക്കാരനായിരുന്നാലും, വർദ്ധനായാലും പരിശോധിച്ചാൽ വമ്പല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, അതുകൊണ്ടാണ് അമ്മയപ്പന്മാരെ അനുസരിക്കാത്ത തലമുറ. അങ്ങനെയാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇന്ന് ചോദിച്ചോട്ടെ, അമ്മയപ്പന്മാരെ മനുഷ്യർ അനുസരിക്കുമായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും ലാഭകരമായ ബിസിനസ്സായി വളർന്നുകൊണ്ടിരിക്കുന്നത് വൃദ്ധസദനങ്ങളല്ലേ? ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുമോ? അമ്മയപ്പന്മാരെ നോക്കുവാൻ മക്കൾക്ക് മനസ്സില്ല. അടുത്ത വൃദ്ധസദനത്തിലേക്ക് വിളിക്കും. എത്രയാണ് നിങ്ങളുടെ ചാർജ്? ഇത്ര ലക്ഷം എന്ന് പറയും. എത്ര ലക്ഷം വേണമെങ്കിൽ തരാം, പക്ഷേ ഞങ്ങളുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുവാൻ ഞങ്ങൾക്ക് സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കളെ കൊണ്ടുപോയി ഇന്ന് വൃദ്ധസദനങ്ങളിൽ ഏൽപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലല്ലേ നാം ജീവിക്കുന്നത്. മനുഷ്യൻ അശുദ്ധരായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏത് അധാർമിക പ്രവർത്തനങ്ങൾ ചെയ്താലും അതിന് രാഷ്ട്രീയക്കാർ കുടപിടിക്കുവാനും അതിന് കോടതികൾ തന്നെ ജാമ്യം കൊടുക്കുവാനും, കൊലകൾ ചെയ്തവരെ പോലും ഇവിടെ ജയിലുകളിൽ സുഖവാസം കൊടുത്തുകൊണ്ടല്ലേ ഇവിടുത്തെ നിയമം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കൊലപാതകം ചെയ്യുന്നതിനും പീഡനം നടത്തുന്നതിനും അധാർമികമായി ജീവിതം നയിക്കുന്നതിനും
ഒരുത്തിനും ഒരു പേടിയില്ലാതായി തീർന്നു. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഇതെല്ലാം ചെയ്താൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ പിടിച്ചാൽ പണം കീശയിലുണ്ടെങ്കിൽ നിയമത്തെ വിലയ്ക്ക് വാങ്ങാമെന്നുള്ള രീതിയായില്ലേ. നാം അറിയുന്ന പോലെ കഴിഞ്ഞ നാളുകൾ ജഡ്ജിയുടെ വീട്ടിൽ നിന്നല്ലേ കെട്ടുകണക്കിന് നോട്ട് കത്തിച്ചത് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന സഹോദരന്മാരെ, അശുദ്ധരായ ജനം, ഈ ജനത്തെ കുറിച്ച് പറയുകയാണ്, അവർ ഉഗ്രന്മാരായിരിക്കും. ലോകത്ത് ആരുടെ മുഖത്തേക്ക് നോക്കിയാലും എല്ലാവരും ഭീകരമായിരിക്കുന്ന ചിന്തയിലൂടെ മുന്നോട്ട് പോകുന്നു. ആരോടും സ്നേഹമില്ല. ലോകത്തിന്റെ ഏത് കോണെടുത്ത് പരിശോധിച്ചാലും മനുഷ്യനെ കൊന്നുകൊണ്ട് മതങ്ങളെ വളർത്തുവാൻ, അതുപോലെ തന്നെ തങ്ങളുടെ ആശയങ്ങളെ പ്രചരിപ്പിക്കുവാൻ ഇത്രമാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം എവിടെയുണ്ട് പ്രിയരെ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മക്കളെ സ്നേഹിക്കാത്തവർ, മാതാപിതാക്കളെ സ്നേഹിക്കാത്തവർ, അതുപോലെ തന്നെ അശുദ്ധനായി എല്ലാ അധാർമികയും പ്രവർത്തിക്കുന്ന ഒരു ഭയാനകമായ ലോകം. ഈ ലോകത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അനേക ദൈവവചനം പറയുന്നത് ധാർഷ്ട്യക്കാരായിരിക്കുമെന്നാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഏതൊരു മേഖല പരിശോധിച്ചാലും പഴയതുപോലെയാണോ ഇന്ന്? ധാർഷ്ട്യമല്ലേ മനുഷ്യന്റെ ഉള്ളിൽ? എൻ്റെ കയ്യിൽ പണമുണ്ട്, എനിക്ക് അധികാരമുണ്ട്, എന്നെ കൊണ്ട് എല്ലാം സാധിക്കുമെന്നതുപോലെ ഞാൻ ഉദ്ദേശിച്ചാൽ ആ കാര്യം നടത്തുമെന്ന് ധാർഷ്ട്യ ബുദ്ധിയോടെ പെരുമാറുന്നവരല്ലേ ഇന്നത്തെ ജനസമൂഹം. എന്താണ് ഇതിന്റെ കാരണം? ഇത് അന്ത്യകാലമാണ് പ്രിയരെ. അതുകൊണ്ടാണ് ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിക്കുന്നവരായി തീരും. ഇന്ന് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്ന ദൈവത്തിന്റെ പേരിലല്ലേ? ഉന്തി വീഴ്ത്തുക, ഊരി വീഴ്ത്തുക എന്ന് വേണ്ട എന്തെല്ലാം രീതിയിലാണ് മനുഷ്യനെ ഇന്ന് അഥവാ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എന്തെല്ലാം രീതിയിൽ മതങ്ങൾ മനുഷ്യനെ അഥവാ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് കാർൽ മാർക്സ് പറഞ്ഞതുപോലെ, മതം മനുഷ്യനെ മയക്കുന്ന കറപ്പുന്നത് പോലെ ഇന്ന് മതത്തിന്റെ പേരിൽ, ഇന്ന് ദൈവത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടത്തി പണം സമ്പാദിക്കുന്ന ഇത്രമാത്രം അധംപതിച്ചൊരു കാലഘട്ടം, ഇത്രമാത്രം വിദ്യാസമ്പന്നരായിരിക്കുന്ന ഈ കേരളത്തിലല്ലേ ഇവിടെ നരബലി നടക്കുന്നത്? ഇവിടെയല്ലേ മന്ത്രവാദവും തന്ത്രവാദവും നടക്കുന്നത്? ഇവിടെയല്ലേ നാം അറിയുന്ന പോലെ തന്നെ അഥവാ അന്ധവിശ്വാസത്തിന്റെ കൂത്തരങ്ങായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ? എന്താണ് ഇതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ അധാർമികമായി അധംപതിച്ചിരിക്കുന്നു. മദ്യവും മയക്കുമരുന്നും എല്ലാ തലങ്ങളിലും ഇതാ തേർവാഴ്ച നടത്തുകയല്ലേ? ഈ സ്കൂളുകളിൽ നോക്കിയാൽ, കോളേജുകളിൽ നോക്കിയാൽ, വീടുകൾ പരിശോധിച്ചാൽ എല്ലാ മദ്യവും മദിരാക്ഷിയും ഭയാനകമായിരിക്കുന്ന പാപത്തിന്റെ മയക്കുമരുന്നിന് അടിമകളായി യുവതലമുറ നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഇത്രമാത്രം നാശകരമായിരിക്കുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ വിവരിക്കുവാൻ ഞാൻ നോക്കിയാൽ 18ഓളം കാര്യങ്ങളെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് സമയക്കുറവ് കൊണ്ട് ഈ കാലഘട്ടം അന്ത്യകാലഘട്ടമാണ്. ഇത് ദുർഘടമായ കാലഘട്ടമാണ്. അതുകൊണ്ടാണ് കാലഘട്ടം എന്ന കാര്യങ്ങളെ കുറിച്ച് ദൈവം പറയുമ്പോൾ ഇത് അന്ത്യകാലമാകിയാൽ ഇത് ദുർഘട സമയങ്ങൾ വരുമെന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത് എത്രയോ യാഥാർത്ഥ്യമാണ് പ്രിയരെ. എന്താണ് ഈ കാലം? ഈ കാലത്തിന്റെ പ്രത്യേകത എന്താണ്? കാലം എന്ന വാചി ആരംഭിക്കുന്നത് നിത്യനായ ദൈവത്തിൽ നിന്നാണ്. നിത്യനായ ദൈവം, നീ ആ നിത്യതയിൽ ഇരിക്കും. നിത്യനായ ദൈവം തന്റെ സൃഷ്ടിയിലൂടെ ആ സൃഷ്ടിയുമായി ബന്ധപ്പെടുന്ന കാലയളവിനെയാണ് കാലം എന്ന് പറയുന്നത്. ആ കാലം എന്ന് പറയുമ്പോൾ അവിടെ പറയുന്ന ഇപ്രകാരമാണ്. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം പറയുന്നത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് കാലങ്ങളും അതിരുകളും നിശ്ചയിച്ചിരിക്കുന്നു. മനുഷ്യനുള്ള ബന്ധത്തിലാണ് കാലമെന്ന വാഞ്ചി ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് കാലം ആരംഭിക്കുന്നത് തന്നെ പ്രപഞ്ച സൃഷ്ടിയോടെ ബന്ധത്തിൽ. ആദിയിൽ ദൈവം ആകാശഭൂമികളെ സൃഷ്ടിച്ചു. കാലം ആരംഭിക്കുകയാണ് പ്രിയരെ. നിത്യനായ ദൈവത്തിൽ നിന്നും അഥവാ സൃഷ്ടിയുടെ മകുടമായി തന്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിനും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ആ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആ സൃഷ്ടിച്ച നാളിൽ അവൻ പാപമില്ലാത്തവനായിരുന്നു. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തെ അഥവാ ദൈവവചനം പറയുന്നത് നിഷ്പാപയുഗമെന്നാണ്. എന്ന് പറഞ്ഞാൽ പാപമില്ലാത്തൊരു കാലഘട്ടം. ആദാമും ഹവ്വായും ദൈവത്തോടൊന്നിച്ച് അഥവാ ഏദൻ തോട്ടത്തിൽ കഴിഞ്ഞിരുന്ന കാലഘട്ടം, അതിനാണ് നിഷ്പാപയുഗം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച് മനുഷ്യൻ പിശാചിനെ വിശ്വസിച്ച് പാപം ചെയ്തു. അങ്ങനെ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നീട് വന്ന കാലഘട്ടമാണ് മനസ്സാക്ഷി യുഗം എന്ന് പറയുന്നത്. മനസ്സാക്ഷി യുഗം എന്ന് പറഞ്ഞാൽ ആദാമിന്റെ കാലം മുതൽ നോഹയുടെ ജലപ്രളയം വരെയുള്ള കാലഘട്ടമാണ് പ്രിയരെ. നോഹയുടെ ജലപ്രളയം എന്ന് പറയുന്നത് അഥവാ മനസ്സാക്ഷി യുഗത്തിന്റെ അവസാനമായിരുന്നു. അതുകൊണ്ടാണ് നോഹയുടെ കാലം പോലെയും മനുഷ്യപുത്രൻ അഥവാ ലോത്തിന്റെ കാലം പോലെയുമാകും മനുഷ്യപുത്രന്റെ മടങ്ങി വരവെന്നാണ് അഥവാ അപ്പോസ്തലനായ
ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഇത് നോഹയുടെ കാലഘട്ടം പോലൊരു കാലഘട്ടമല്ലേ. നോഹയുടെ കാലത്ത് തിന്നും കുടിച്ചും വിറ്റും പണതും മനുഷ്യൻ നടന്നു. എന്നാൽ വലിയൊരു ജലപ്രളയം വരാൻ പോകുന്നുവെന്ന് നോഹ അഥവാ കവലതോലും പ്രസംഗിച്ചു. ദൈവം പറഞ്ഞു, നോഹേ, ഞാൻ പാപത്തെ ന്യായം വിധിക്കും, ജലം കൊണ്ട് ഭൂമിയെ ന്യായം വിധിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, അന്ന് മഞ്ഞ് ഭൂമിയാണ് ഭൂമിയെ നിറച്ചിരുന്നത്. അതുകൊണ്ട് അഥവാ ഈ ബുദ്ധിമാനെന്ന് അവകാശപ്പെടുന്ന മനുഷ്യൻ അത് അംഗീകരിക്കുവാൻ തയ്യാറായില്ല. എന്നാൽ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവമാണ് പറഞ്ഞത്, നോഹയെ ഞാൻ ജലപ്രളയത്താൽ തന്നെ ഈ ഭൂമിയെ ന്യായം വിധിക്കുമെന്ന്. അങ്ങനെ നോഹയോട് പറഞ്ഞു, നീ ഒരു പെട്ടകം പണിയണം. അങ്ങനെ നോഹയോട് ദൈവം പറഞ്ഞതിന് പ്രകാരം ആദ്യത്തെ ഒരിക്കലും മുങ്ങാത്ത, ഒരിക്കലും അഥവാ വെള്ളത്തിൽ കീഴടക്കുവാൻ കഴിയാത്ത ഒരു പെട്ടകം, ഒരു കപ്പൽ നോഹയുണ്ടാക്കി. ഇതിന്റെ ചരിത്ര സംഭവമല്ലേ. നോഹ എല്ലാ സ്ഥലങ്ങളിലും പോയി നിന്ന് പ്രസംഗിച്ചു, ഇങ്ങനെ വലിയൊരു ന്യായവിധി വരാൻ പോകുന്നു, കാലം ഇതാ അന്ത്യത്തിലേക്ക്, അഥവാ ഈ മനസാക്ഷിയുടെ കാലഘട്ടത്തിന്റെ അന്ത്യം അവസാനിക്കാൻ പോകുന്നു. നിങ്ങളെല്ലാവരും ദൈവം ഒരുക്കിയിരിക്കുന്ന, ദൈവം പറഞ്ഞിട്ട് ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന ഈ പെട്ടകത്തിനുള്ളിൽ കയറിയാൽ ജലപ്രളയത്തിലൂടെ നിങ്ങൾക്ക് നാശം സംഭവിക്കാതിരിക്കും. എന്റെ പ്രിയ സഹോദരന്മാരെ, ആ നോഹ 120 വർഷക്കാലം പ്രസംഗിച്ചിട്ടും നോഹയുടെ കുടുംബമല്ലാതെ മറ്റാരും അതിൽ കയറുവാൻ തയ്യാറായില്ല. ശുദ്ധിയുള്ള 7 ശുദ്ധിയില്ലാത്ത 2 എല്ലാ മൃഗങ്ങളും വന്നു കയറി. എന്നാൽ ബുദ്ധിമാനായ മനുഷ്യൻ അതിൽ കയറുവാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് ഇന്ന് കാലഘട്ടങ്ങളെ കുറിച്ച് അഥവാ മൃഗങ്ങൾക്ക് പോലും മനസ്സിലാകുന്നുണ്ട്. എന്നാൽ ബുദ്ധിമാനായ മനുഷ്യനോട് ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പാപം ക്രിസ്തുവിനോട് ഏറ്റുപറഞ്ഞ് പാപപരിഹാരം വന്നില്ല എങ്കിൽ വരാൻ പോകുന്ന വലിയൊരു ന്യായവിധിയിലേക്ക് പോകുമെന്ന് ഞങ്ങൾ കവലതോറും പ്രസംഗിക്കുമ്പോൾ, ഒരു പക്ഷേ നോഹയുടെ കാലഘട്ടം പോലെ നിങ്ങളിത് തള്ളിക്കളഞ്ഞാൽ വരാൻ പോകുന്നത് വലിയൊരു ന്യായവിധിയുമാണ്. ആ ന്യായവിധിയുടെ ദൃഷ്ടാന്തമല്ലേ ഇന്ന്, അഥവാ ഈ ലോകത്ത് മഴ പെയ്യാതിരുന്ന കാലത്ത് ദൈവം ആകാശത്തിന്റെ കിളിവാതുകളെ തുറന്നു, അതുപോലെ ആഴിയുടെ ഉറവുകളെ തുറന്നു. 40 രാവും 40 പകലും മഴ പെയ്തുവെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ബൈബിൾ രേഖപ്പെടുത്തിയ പ്രകാരം ഏറ്റവും ഉയർന്ന പർവ്വതത്തിന്റെ മുകളിൽ പോലും 15 മുഴം ഉയരത്തിൽ വെള്ളം പൊങ്ങി. അങ്ങനെ നോഹയുടെ കുടുംബമല്ലാതെ മറ്റെല്ലാവരും മരണം വഴി മാറ്റപ്പെട്ടില്ലേ പ്രിയരെ. ഇതിന്റെ ദൃഷ്ടാന്തമല്ലേ 1967 അർമേനിയയിലെ അറാറത്ത് പർവ്വതത്തിൽ അതിന്റെ പെട്ടകത്തിന്റെ അവശിഷ്ടങ്ങൾ ഇന്ന് പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കൽപ്പിത കഥകളാൽ അല്ല ഞങ്ങൾ ഇന്ന് ഈ സന്ദേശം നിങ്ങൾ പറയുന്നത്. നോഹ ജീവിച്ചിരുന്നു, നോഹയുടെ കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തെ മനസ്സാക്ഷിയുഗമെന്നാണ് പറഞ്ഞത്. മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞ് പെട്ടകത്തിൽ കടക്കുവാൻ ദൈവം കൊടുത്തൊരു കാലഘട്ടം. എന്നാൽ ആ കാലഘട്ടം മനുഷ്യൻ ഉപയോഗിച്ചില്ല. അതിനുശേഷം ആ നോഹയുടെ മക്കളായ സേം, ഹാം, യാഫെത്ത്, ഈ 3 ആൺമക്കളും അവരുടെ ഭാര്യമാരും നോഹയുടെ കുടുംബവും പുതിയ ഭൂമിയിൽ ഇറങ്ങി. അവരെ ദൈവം അനുഗ്രഹിച്ചു. അങ്ങനെ അനുഗ്രഹിച്ച ആ ജനത, ഈ ന്യായവിധിയിലൂടെ കടന്നു വന്ന ജനത, ആ ജനതയെ സംബന്ധിച്ച് പറയുമ്പോൾ അവരും ദൈവത്തോട് മത്സരികളായി തീർന്നു. അതുകൊണ്ടാണ് മാനുഷിക ഭരണയുഗം ആരംഭിക്കുകയാണ്. മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞ് അനുഭവങ്ങൾ കൊണ്ട് ദൈവത്തെ മനസ്സിലാക്കി ജീവിക്കേണ്ട ഒരു കാലഘട്ടം, അഥവാ വലിയൊരു ന്യായവിധിയിലൂടെ കടന്നു വന്ന സേം, ഹാം, യാഫെത്ത്. അതുകൊണ്ടാണ് ലോകത്തിൽ നിങ്ങൾ പരിശോധിച്ചാൽ, ഈ ലോകത്തുള്ള ഏതൊരു ജനതയെ പരിശോധിച്ചാലും സെമറ്റിക് വർഗം, ഹാമിറ്റിക് വർഗം, യാഫെറ്റിക് വർഗം, ഈ വർഗങ്ങളെ കാണുവാൻ കഴിയുള്ളൂ. എന്നാൽ അവരും ദൈവത്തോട് മത്സരിച്ച് വലിയൊരു ബാബേൽ ഗോപുരം പണിതു, ഇന്നത്തെ ഇറാഖിൽ. അങ്ങനെ അവർ വലിയൊരു ദൈവത്തോട് മത്സരിച്ച് ഗോപുരം പണിതുവെന്നും അങ്ങനെ ബാബേൽ വെച്ച് ദൈവം ഭാഷ കലക്കി കളഞ്ഞു. എങ്ങനെയാണ് ഈ ഭാഷകളും ഭാഷാഭേദങ്ങളും ഉണ്ടായെന്ന് ചോദിച്ചാൽ അതിനും ചരിത്രം പറയുന്നത്, ബാബേൽ ഗോപുരം പണിത് ദൈവത്തോട് മത്സരിച്ച മനുഷ്യൻ അവിടെ കൊണ്ട് ചിതറിപ്പോയി. അങ്ങനെ മാനുഷിക ഭരണയുഗം അവസാനിച്ചു. പിന്നീട് വന്ന കാലഘട്ടം എന്ന് പറയുന്നത് വിഗ്രഹാരാധനയുടെയും ബഹുദൈവ വിശ്വാസത്തിന്റെയും കാലഘട്ടമായിരുന്നു. രാജാക്കന്മാരാലും നേതാക്കന്മാരാലും ഈ ബഹുദൈവ വിശ്വാസം വളർന്നു വലുതാകുകയും അങ്ങനെ ശരിക്ക് വളർന്ന് അത് ചൂഷണ വിധേയമായി മാറുകയും ചെയ്തു. അപ്പോഴാണ് ദൈവം വിളിച്ചു അബ്രഹാമിനെ. തേരകന്റെ മകനായ അബ്രഹാമിനെ വിളിക്കുമ്പോൾ തേരകന്റെ ജോലി എന്ന് പറയുന്നത് ദേവവിഗ്രഹങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ ദേവവിഗ്രഹങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരുന്ന ഒരു ഭവനത്തിൽ നിന്ന് ജീവനുടെ ദൈവമായിരിക്കുന്ന ആകാശഭൂമികളെ സൃഷ്ടിച്ച ആ ആത്മാവായിരിക്കുന്ന ഏകസത്യ ദൈവം, ആ ദൈവം ഊർദേശീയനായിരിക്കുന്ന അബ്രഹാമിനെ വിളിച്ചു. അങ്ങനെ വാഗ്ദത്ത യുഗം ആരംഭിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ചിന്തിച്ചേക്കാം,
അബ്രാഹാം എന്ന് പറയുന്നത് ഒരു സങ്കല്പ കഥാപാത്രമാണോ എന്ന് ഇങ്ങനെ ചിന്തിച്ച വ്യക്തികൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് 12 PhD ഉടമയായ വില്യം ഓൾബ്രൈറ്റ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഈ യഹൂദന്മാരുടെയും ക്രൈസ്തവരുടെയും ഇസ്ലാമിയരുടെയും പൂർവ്വപിതാവ് എന്ന് പറയുന്ന അബ്രാഹാം ജീവിച്ചിരുന്നില്ല എന്ന് ഞാൻ തെളിയിക്കുമെന്നാണ് പറഞ്ഞത്. യഹൂദന്മാർ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് എന്താണ് ചെയ്യുവാൻ പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ നേരെ ഈ അബ്രാഹാം ജീവിച്ചിരുന്നുവെന്ന് പറയുന്ന അഥവാ ദക്ഷിണ മെക്സപ്പൊട്ടാമിയ ദേശത്തേക്ക് കടന്നു ചെല്ലും, അവിടെ ചെന്ന് ഉത്ഖനനം നടത്തും, അവിടുന്ന് കണ്ടെടുക്കുന്ന അഥവാ കളിമൺ പലകകളും കാമ്യകലാ വസ്തുക്കളും വെച്ചുകൊണ്ട് പറയും, ഈ അബ്രാഹാം ഒരു സങ്കല്പ പുരുഷനാണ്, ഇത് ബൈബിളിൽ ഒരു കഥ എഴുതി വെച്ചിരിക്കുന്നതാണ്, ഞാൻ സ്ഥാപിക്കുമെന്നാണ് പറഞ്ഞത്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതരെ, യഹൂദനും വിട്ടില്ല. യഹൂദൻ പറഞ്ഞു, അങ്ങനെ ഒരു പരിവേഷണം കഴിഞ്ഞ് അങ്ങ് വരുമ്പോൾ ഞങ്ങൾ ഇസ്രായേലിന്റെ തലസ്ഥാന നഗരിയിലേക്ക് വരണം, അവിടെ വന്ന് അഥവാ ഞങ്ങൾ അങ്ങേക്ക് വീരോചിതമായിരിക്കുന്ന ഒരു സ്വീകരണം നൽകുന്നതായിരിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന സഹോദര, വെല്ലുവിളിക്ക് മാത്രമല്ല ചെയ്തത്. 12 PhD ഉടമയായ വില്യം ഓൾബ്രൈറ്റ് നേരെ കടന്നുപോയി അസീറിയ, സുമേറിയ, അക്കാഡ്, ബാബിലോൺ 4 വാളിങ്ങളായി കിടക്കുന്ന ദക്ഷിണ മെക്സപ്പൊട്ടാമിയ ദേശം അവർ ഉത്ഖനനം നടത്തിയില്ലേ? അവിടുന്ന് 3.5 വർഷക്കാലത്തെ ഉത്ഖനനത്തിന് ശേഷം കണ്ടെടുത്ത കഴിഞ്ഞകാല കഥകൾ പറയുന്ന കളിമൺ പലകകളും കാമ്യകലാ വസ്തുക്കളുമായി നേരെ ഇസ്രായേലിന്റെ തലസ്ഥാന നഗരിയിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇന്നലെ വരെ ഞാൻ പറഞ്ഞു അബ്രാഹാം എന്ന് പറഞ്ഞ വ്യക്തി ജീവിച്ചിരുന്നില്ല, ബൈബിളിനെ പറ്റിയ തെറ്റാണെന്ന്. എന്നാൽ ഇന്ന് മുതൽ ഞാൻ പറയുന്നു, അബ്രാഹാം ജീവിച്ചിരുന്നു. എന്നാണ് അബ്രാഹാം ജീവിച്ചിരുന്നത്? BC 1116 അതുപോലെ BC 1994 ഇടയ്ക്ക് 3-ാം ഊർ സാമ്രാജ്യത്തിൽ 175 വർഷം ജീവിച്ചിരുന്ന ചരിത്ര പുരുഷനാണ് അബ്രാഹാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അനവധി പുസ്തകങ്ങൾ എഴുതി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് ഫ്രം സ്റ്റോൺ ഏജ് ടു ക്രിസ്ത്യാനിറ്റി എന്ന പുസ്തകം. നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് അത് മേടിച്ച് വായിച്ചു നോക്കാം. അതുകൊണ്ടാണ് അബ്രാഹാമിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് വാഗ്ദത്ത യുഗമായിരുന്നു. അങ്ങനെ ദൈവം വാഗ്ദത്തം ചെയ്ത യുഗത്തിലൂടെ മനുഷ്യനോട് ഇടപെട്ടുകൊണ്ടിരുന്നു. എന്നാൽ മനുഷ്യനൊരു മാറ്റവും വന്നില്ല. അതിനുശേഷം അഥവാ അബ്രാഹാമിന്റെ കാലഘട്ടത്തിന് ശേഷം മോശയെ വിളിച്ച് ദൈവം മോശയെ വിളിച്ച് അഥവാ ന്യായപ്രമാണ കാലഘട്ടം ആരംഭിച്ചു. ന്യായപ്രമാണ കാലഘട്ടം എന്ന് പറഞ്ഞാൽ മോശയും ഒരു ചരിത്ര പുരുഷനാണ് പ്രിയരെ. അതുകൊണ്ടാണ് BC 1526 BC 1404 ഇടയ്ക്ക് 120 വർഷക്കാലം ജീവിച്ചിരുന്ന ഒരു ചരിത്ര പുരുഷനാണ് മോശായി എന്ന് പറയുന്നത്. ആ മോശായെ അഥവാ സീനായി മലയിൽ വിളിച്ച് എഴുതി കിട്ടിയ 610 ധാർമ്മിക പ്രമാണങ്ങളും 10 ആത്മീയ പ്രമാണങ്ങളും കൊടുത്തുകൊണ്ട് ഒരു ധാർമ്മിക പ്രമാണം കൊടുത്തുകൊണ്ട് ന്യായപ്രമാണ യുഗം ആരംഭിച്ചു. ന്യായപ്രമാണ യുഗത്തിന്റെ മനുഷ്യൻ പലവിധ കർമ്മകാണ്ഡങ്ങൾ ചെയ്തു. വലിയൊരു ദൈവാലയത്തിൽ അഥവാ പുരോഹിതനുണ്ടായിരുന്നു, യാഗങ്ങൾ ഉണ്ടായിരുന്നു, ബലി ഉണ്ടായിരുന്നു, വഴിപാടുണ്ടായിരുന്നു, അതുപോലെ തന്നെ നാം ഒരു പെരുന്നാളുകൾ ഉണ്ടായിരുന്നു. ഈ പറയുന്ന എല്ലാ കർമ്മകാണ്ഡങ്ങളായ മതകർമ്മങ്ങളും ഉണ്ടായിരുന്നെങ്കിലും മനുഷ്യനൊരിക്കലും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ന്യായപ്രമാണത്തിന്റെ അവസാനം അഥവാ കർത്താവായ യേശുക്രിസ്തു കാൽവയുടെ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ നിമിഷം, ആ നിമിഷമാണ് ന്യായപ്രമാണത്തെ നിവർത്തിച്ചുകൊണ്ട് കൃപായുഗം ആരംഭിച്ചു. അതുകൊണ്ടാണ് ഇന്ന് 2000 ആണ്ടുകളായിട്ട് ഈ ഭൂമിയിൽ ഇന്ന് കാണുന്നത് കൃപായുഗമാണ് പ്രിയരെ. പലരും ഞങ്ങൾ ചോദിക്കാറുണ്ട്, ഇത്രമാത്രം അഴിമതിയും അക്രമവും അരാജകത്വവും ഈ രാഷ്ട്രീയക്കാരും അതുപോലെ ഇവിടുത്തെ നേതാക്കന്മാരും ഈ പാവപ്പെട്ടവനെ ചൂഷണം ചെയ്ത് ഇതുപോലെ അഥവാ ഇവിടെ ജീവിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ദൈവം ഒരു അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിരിക്കുന്നതെന്ന്. സ്നേഹിത, ഇത് കൃപായുഗമാണ്. അതുകൊണ്ടാണ് ഈ യുഗത്തെയാണ് എല്ലാവരും ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ടാണ് എല്ലാ ഗ്രന്ഥങ്ങളും പരിശോധിച്ചാൽ ഒരു ഉദ്ധാരകൻ വന്നേ പറ്റുകയുള്ളൂ. മനുഷ്യന്റെ എല്ലാ കർമ്മകാണ്ഡങ്ങളും അഥവാ പരാജയമായപ്പോൾ ലോകത്തിന്റെ സമസ്ത ജനവും ഒരുപോലെ പ്രാർത്ഥിച്ചു, ഞാൻ രക്ഷിക്കണേ രക്ഷിക്കണേ രക്ഷിക്കണേ. കാരണം ഇത്രമാത്രം കാലഘട്ടങ്ങളിലൂടെ ദൈവം മനുഷ്യനോട് പല കാലങ്ങളിൽ പല രീതിയിൽ ഇടപെട്ടിട്ടും മനുഷ്യനൊരിക്കലും അവൻ സ്വയം മുക്തി നേടുവാൻ കഴിഞ്ഞില്ല പ്രിയരെ. അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാമിത്ര പരാശര മഹർഷിമാർ പോലും പച്ചളയും പച്ചോളവും കഴിച്ചല്ലേ തപസ് ചെയ്തത്. എന്നാൽ വിശ്വാമിത്രൻ മേനകീഴം വീണുപോയത് കൊണ്ടല്ലേ ശകുന്തള ഉണ്ടായത്. പാലരുവി നടുവിൽ പണ്ട് പൗർണമി രാവിൽ ഒരു മത്സ്യകനിയിൽ ജനിച്ച മകനല്ലേ വേദവ്യാസൻ.
അതുകൊണ്ടാണ് പാപഭോഗം, പാപകർമ്മോകം, പാപസംഭവം, പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിക്കുന്ന പാപിയായ മനുഷ്യൻ കേവലം അഥവാ പച്ചലയും പച്ചവെള്ളവും കഴിച്ച് കൊടിയ തപസ് ചെയ്തിട്ട് പോലും മുക്തി നേടുവാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒരു മോക്ഷപ്രാപ്തി? എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, അതുകൊണ്ടാണ് ഭാരതീയ സംസ്കാരത്തിൽ പോലും അവരും ആഗ്രഹിച്ചത് ഈ മണ്ഡലത്തിലുള്ള ഒരു മനുഷ്യനും ഒരു പാപിയെ രക്ഷിപ്പാൻ കഴിയുകയില്ല. കാരണം മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് ഈ മണ്ഡലത്തിലേക്ക് ഒരുവൻ വന്നേ പറ്റുകയുള്ളൂ. ഈ മണ്ഡലത്തിലുള്ള സമസ്ത മനുഷ്യരും പാപികളാണ്. അതുകൊണ്ടാണ് പാപിയല്ലാതിൽ ഒരു നരനും ഭൂതലെ ഗോപശീലം ശിശുവിലും ഉണ്ടല്ലോ എന്ന് നീതിസാരവും പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെയാണ് ബൈബിളും പറയുന്നത്. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നീതിമാൻ ഒരുത്തൻ പോലുമില്ല. റോമാലേഖനം അഥവാ 3-ാം അധ്യായത്തിൽ 23-ാം വാക്യത്തിൽ അഥവാ അവതരിച്ചു വരണമെന്നാണ് ഋഗ്വേദത്തിന്റെ പേരുകൾ പരിശോധിച്ചാൽ എഴുതി വെച്ചിരിക്കുന്നത്. യജുർവേദം പരിശോധിച്ചാൽ യജുർവേദം 32-ന്റെ 5 മുതൽ വായിച്ചു കഴിഞ്ഞാൽ പുരുഷേവേദം സർവം അദ്ഭുതം യജ്ഞഭാവ്യം യഥാർത്ഥത്തെ സാധോ യഥനോ നാധിരോഹിത എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണാവസ്ഥയെ വിട്ട് ജാഗ്രതാവസ്ഥയെ പ്രാപിച്ച് ഈ സർവത്തിന്റെ കാരണപ്പൊരുളായിരിക്കുന്ന വിശ്വകർമാവായ പ്രജാപതി ഭൂമിയിലേക്ക് അവതരിച്ചു വരണം. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആ വചനം മുഖാന്തരം ഉളവായിരുന്നു, അവനെ കൂടാതെ ഉളവായതല്ല, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ സത്യവെളിച്ചം ലോകത്തേക്ക് വന്നുകൊണ്ടിരുന്നു. ആ സത്യവെളിച്ചം, ആ വചനം ശരീരമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചു. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു പിറന്നു വീണപ്പോൾ ആട്ടിടയന്മാരോട് ഇപ്രകാരമാണ് അരുളി ചെയ്തത്. അഥവാ ഗബ്രിയേൽ ദൂതൻ അറിയിക്കുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, സർവ്വജനത്തിനുണ്ടാകുവാനുള്ള മഹാസന്തോഷം. ജാതിയില്ല, മതമില്ല, വർണ്ണവർഗ വ്യത്യാസമില്ല. ഏതനിൽ വെച്ച് ഏക മനുഷ്യനായി ആദാമിൽ ജനിച്ച സമസ്ത മനുഷ്യർക്കും മരണഭീതി അകറ്റുവാൻ അഥവാ മരണത്തിൽ രക്ഷിക്കുവാൻ, സത്യത്തെ വെളിപ്പെടുത്തുവാൻ, സത്യപ്രകാശം നൽകുവാൻ ഇതാ ഈ കാലിത്തൊഴുത്തിൽ കിടക്കുന്ന ഈ ശിശുവുണ്ടല്ലോ, ആ ശിശുവാണ്, ഇവനാണ് കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, ആ കർത്താവായ യേശു ക്രിസ്തു എന്ന ശിശുവിനെ ഇതാ ജെറുസലേം ദൈവാലയത്തിലേക്ക് കൊണ്ടുപോയി ചെല്ലുകയാണ്. അഥവാ യഹൂദന്റെ നിയമപ്രകാരം സമർപ്പണത്തിനായി യഹൂദ ദൈവാലയത്തിലേക്ക് മറിയയും ജോസഫും ഈ ശിശുവിനെ കൊണ്ടുപോയി ചെന്നപ്പോൾ വന്ധ്യവയോധികനായിരിക്കുന്ന ശിമയോൻ ഈ ദൈവത്തിന്റെ മശിഹായെ കണ്ടിട്ടേ മരിക്കുള്ളൂവെന്ന് പരിശുദ്ധാത്മാവിനാൽ അഥവാ ഉദ്ബോധനം കിട്ടിയിരിക്കുന്ന ശിമയോൻ ആ ചോരക്കുഞ്ഞിനെ കൈകളിൽ വാങ്ങി പറഞ്ഞു, അല്ലയോ സ്വർഗത്തിലെ ദൈവമേ നാഥ, അടിയനെ നീ വളരെ പ്രത്യാശയോടെ വിട്ടയക്കുന്നു, എന്റെ ഉള്ളം സന്തോഷിക്കുന്നു. കാരണം നീ സർവ്വജാതികൾക്കും ഒരുക്കിയ നിന്റെ രക്ഷ എന്റെ കണ്ടുകൊണ്ടുവല്ലോ സകല ജാതികൾക്കും ഒരുക്കിയ ഒന്ന് ജാതികളുടെ പ്രകാശവും യഹൂദന്റെ മഹത്വവുമായി നീ സർവ്വജാതികൾക്ക് മുമ്പിൽ ഒരുക്കിയ നിന്റെ രക്ഷയെ എന്റെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞാൽ ജാതികളുടെ പ്രകാശം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, പ്രകാശത്തിലേക്ക് നയിക്കണമേ. അസത്തമസോമാം ജ്യോതിർഗമയ, അതാണ് നമ്മൾ ഋഷിവര്യന്മാരും അതുപോലെ ഉപനിഷത്താചാര്യന്മാരും പ്രാർത്ഥിച്ചത്. അതുകൊണ്ടാണ് ലോകത്തിന് നാഭി എന്നറിയപ്പെടുന്ന പാലസ്തീൻ നിന്നുകൊണ്ട് യേശുക്രിസ്തു മാത്രമേ പ്രഖ്യാപിച്ചുള്ളൂ, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരന്മാരെ, യഹൂദനെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തുവിനെ കുറിച്ച് അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പഴയ നിയമഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ ഈ യഹൂദന്റെ മശിഹ എവിടെ ജനിക്കും, എങ്ങനെ ജീവിക്കും, എങ്ങനെ പ്രവർത്തിക്കും, എങ്ങനെ മരിക്കും, എങ്ങനെ അടക്കപ്പെടും, എങ്ങനെ ഉയർത്തെഴുന്നേക്കും, എങ്ങനെ സ്വർഗ്ഗാരോഹണം ചെയ്യും, എങ്ങനെ സ്വർഗത്തിൽ മടങ്ങി വരും, എപ്പോൾ മടങ്ങി വരും, ഇത്യാദി കാര്യങ്ങളെല്ലാം ആയിരക്കണക്കിന് ആണ്ടുകൾക്കപ്പുറത്ത് ദൈവ തിരുവെടുത്ത് രേഖപ്പെടുത്തിയ പ്രകാരം ആ എഴുതിയിരുന്ന പോലെ ജനിച്ച്, എഴുതിയിരുന്ന പോലെ പ്രവർത്തിച്ച്, എഴുതിയിരുന്ന പോലെ മരിച്ച്, എഴുതിയിരുന്ന പോലെ അടക്കപ്പെട്ട്, എഴുതിയിരിക്കുന്ന പോലെ ഉയർത്തെഴുന്നേറ്റ്, എഴുതിയിരിക്കുന്ന പോലെ സ്വർഗ്ഗാരോഹണം ചെയ്ത്, എഴുതിയിരിക്കുന്ന പോലെ തിരിച്ചു വരാൻ പോകുന്ന ഒരേ ഒരുവനാണ് മശിഹ മഹാരാജാവ് കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം, അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഇസ്ലാം സഹോദരന്മാരല്ലേ, ഞങ്ങൾക്ക് എന്നാ അവര് എന്താണ് ഞങ്ങൾക്ക് ഈസായുമായിട്ടുള്ള ബന്ധം? നിങ്ങൾ ഖുർആൻ ഒന്ന് പരിശോധിച്ചു നോക്കണം. ഖുർആനിൽ തന്നെ 114 സൂറത്ത് വിരുദ്ധമായി ഖുർആൻ 6666 വാക്യങ്ങളുള്ള ഖുർആനിൽ 3-ാം സൂറത്ത് 140 ആയത്തുകൾ
ബൈബിൾ പരിശോധിച്ചാൽ അവിടെയും രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലാഹയുടെ റൂഹിനാലും കൽമയാലും കൽമത്തുള്ളിയാൽ പുരുഷബന്ധം കൂടാതെ, അഥവാ മറിയം ബീബത്തിന് ഈസു മസിഹ ജനിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈസു മസിഹ എന്ന് പറഞ്ഞാൽ ദൈവത്വം തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം 1,25,000 നബിമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട 25 നബിമാരിൽ ഒരു നബി മാത്രമായാണ് യേശുക്രിസ്തുവിനെ കാണുന്നത്. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തു വെളിപ്പെട്ട ദൈവമാണെന്ന് യാഥാർത്ഥ്യം അംഗീകരിച്ചു പോയാൽ പിന്നെ ഇസ്ലാം എന്നൊരു മതം തന്നെ ഉണ്ടാകുകയില്ല. അതുകൊണ്ടാണ് അതിൽ എഴുതി വെച്ചത്, യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണവും പുനരുദ്ധാനവും അംഗീകരിക്കാതൊരു നവമതത്തെ മുഹമ്മദ് നബി ഉളവാക്കിയപ്പോൾ, അല്ലാഹയുടെ മതമെന്ന് മതം സ്ഥാപിച്ചപ്പോൾ, അഥവാ 4 സൂറത്ത് 157 ആയത്തുകൾ എഴുതി വെച്ചു. ഈസായെ ക്രൂശിക്കാനായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ അല്ലാഹു സ്വർഗത്തിലേക്ക് എടുക്കുകയാണ് ഉണ്ടായത്. ഒരിക്കലും അവനെ ക്രൂശിച്ചിട്ടില്ല എന്നാണ് മുഹമ്മദ് നബി അഥവാ ഖുർആനിൽ തന്റെ അനുചരന്മാരെ എഴുതി വെച്ചിരിക്കുന്നത്. മുഹമ്മദ് നബിക്ക് എഴുതാൻ അറിയില്ല. എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരന്മാരെ, അനുചരന്മാർ പിന്നീട് എഴുതി വെച്ചതാണ്. എന്നാൽ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടുവോ? അല്ലയോ ക്രിസ്തു അങ്ങെന്തിനാണ് ഈ കൃപായുഗത്തിന്റെ പുലരിയിൽ എന്ന് പറഞ്ഞ മനുഷ്യന്റെ എല്ലാവിധ പരിശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ അങ്ങ് എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്? അങ്ങെന്തിൽ ഭൂമിയിൽ വന്നു എന്ന് ചോദിച്ചാൽ, ഈ 85ഓളം പ്രധാന പ്രമേയങ്ങളുള്ള 66 പുസ്തക ഗ്രന്ഥ സംശയമായിരിക്കുന്ന ദൈവഗ്രന്ഥമായി ബൈബിൾ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ന് വരെ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന് 18-ാം വാക്യം പറയാണ്, എന്തുകൊണ്ടാണ് ദൈവത്തെ കാണാത്തത്? എന്തുകൊണ്ട് ദൈവത്തെ കാണാത്തതെന്ന് ചോദിച്ചാൽ, ഈ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെ എന്തുകൊണ്ട് മനുഷ്യൻ കാണുന്നില്ല? യേശുക്രിസ്തുവാണ് മറുപടി പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവം ആത്മാവാകുന്നു. ആത്മാവായ ദൈവത്തെ മനുഷ്യ ചക്ഷുസ് കൊണ്ട് കാണാൻ കഴിയില്ല പ്രിയരെ. കാരണം മനുഷ്യന്റെ കണ്ണിന് പരിമിതിയുണ്ട്. മനുഷ്യന്റെ കണ്ണ് ത്രിമാനങ്ങൾക്ക് വിധേയമായ വസ്തുവിനെ പ്രതിബിംബമാക്കിയുള്ളൂ. ത്രിമാനങ്ങൾക്ക് അതീതമായതും അതിവിദൂര വസ്തുവിനെ കാണുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് കാണാൻ കഴിയാത്ത ദൈവം ലോകത്ത് അഥവാ പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെട്ട് വചനം ശരീരമായി ഭൂമിയിലേക്ക് അവതരിച്ചു വന്നപ്പോൾ, അഥവാ ക്രിസ്തുവിന്റെ ശിഷ്യനായി ഫിലിപ്പോസ് പറഞ്ഞു, ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട് ഗുരുവേ. എന്താണ്? ഞങ്ങൾക്ക് പിതാവായ ദൈവത്തെ ഒന്ന് കാണിച്ചു തരണം. അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 9-10 വാക്യങ്ങളിൽ, എന്നെ കണ്ടവൻ ദൈവത്തെ കണ്ടിരിക്കുന്നു, ഞാനും ദൈവവും ഒന്നായിരിക്കുന്നു. പ്രിയ സ്നേഹിതന്മാരെ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവെന്ന 3 ആളത്വങ്ങളിൽ ഏകത്വമായി വസിക്കുന്ന ഏക ആത്മശക്തിയായ ദൈവം പിതാവിന്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവിനാൽ വചനം ശരീരമായി തീർന്ന് ഭൂമിയിലേക്ക് അവതരിച്ചു വന്ന കർത്താവായ യേശു ക്രിസ്തു, അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നതെന്നാണ്. അഥവാ കടികെട്ടി യഹൂദനായിരിക്കുന്ന തർസോസുകാരൻ ശൗൽ 8-ാം നാളിൽ പരിച്ഛേദനയേറ്റ പരീക്ഷ പണ്ഡിതനായിരിക്കുന്ന ഒരു മനുഷ്യനെയോ ഒരു വിഗ്രഹത്തെ ആരാധിക്കാതിരിക്കുന്ന ആ യഹൂദ പരമ്പരയിൽപ്പെട്ട ക്രിസ്തുവിന്റെ ശിഷ്യനായിരിക്കുന്ന പൗലോസ് എഴുതി വെച്ചു, അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഈ കൃപായുഗത്തിന്റെ പൊൻപുലരിയിൽ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് അവതരിച്ചു വന്നപ്പോൾ എഴുതിയൊക്കെയാണ് ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ, കാലസമ്പൂർണതയിൽ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ഈ ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി, അവൻ ന്യായപ്രമാണത്തിലൂടെ വീണ്ടെടുത്തുകൊണ്ട് നമ്മൾ പുത്രത്വം പ്രാപിക്കേണ്ടത് തന്നെ. അല്ലയോ ക്രിസ്തു അങ്ങ് എന്തിനാണ് ഒരു യഹൂദ കുടുംബത്തിൽ ജനിച്ചു എന്ന് ചോദിച്ചാൽ, യഹൂദനാണ് ന്യായപ്രമാണം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ന്യായപ്രമാണ പ്രകാരം ന്യായപ്രമാണത്തിലുള്ളവരെ വീണ്ടെടുത്തുകൊണ്ട് ഈ ജാതികളായിരിക്കുന്ന യഹൂദായതര എല്ലാ മനുഷ്യരെയും രക്ഷിക്കുവാനാണ് യേശു ക്രിസ്തു അഥവാ യഹൂദന് ജനിച്ചവനായി ശിശുവായി ഭൂമിയിലേക്ക് അവതരിച്ചു വന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് ചോദ്യം ചോദിക്കാം, അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു 30 വയസ്സിൽ ഈ ഭൂമിയിലേക്ക് മനുഷ്യാവതാരം ചെയ്തു വന്ന് 3.5 വർഷക്കാലം പ്രവർത്തിച്ച് അവസാനം മാനവരാശിക്ക് വേണ്ടി കാൽവെള്ള ക്രൂശിൽ മരിച്ച് പാപപരിഹാരം വരുത്തിയാൽ പോരെ? ന്യായമായ ചോദ്യമാണ്. എന്നാൽ ദൈവത്തിന്റെ ഗ്രന്ഥം പറയുന്നത് ഇപ്രകാരമാണ്, നാം എല്ലാം അകൃത്യത്തിൽ ഒഴിവായി പാപത്തിൽ എന്റെ അമ്മയെന്ന് ഗർഭം ധരിച്ചു എന്നാണ് ദാവീദ് എന്ന ഇസ്രായേലിന്റെ മധുരഗായകനായിരിക്കുന്ന രാജാവ് പോലും പാടുന്നത്. അതുകൊണ്ടാണ് ആദാമിയ കുലത്തിൽ ജനിച്ച ഏതൊരു മനുഷ്യനും പാപിയായിത്തീരുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ആദാം ചെയ്ത പാപം നമ്മളിലേക്ക് കൈമാറ്റപ്പെട്ടത് നമ്മുടെ ജഡപരമായ ജന്മത്തിലൂടെയാണ്. അതുകൊണ്ടാണ് എല്ലാ മനുഷ്യരും ഒരുപോലെ പാപികളായിത്തീരുന്നത് ജന്മത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ജന്മപാപമില്ലാതെ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചത്. അവിടെ കൊണ്ട് തീർന്നില്ല. എന്തുകൊണ്ടാണ് സ്ത്രീയുടെ സന്തതിയായി വന്നു എന്ന് ചോദിച്ചാൽ, ഈ ലോകത്ത് പാപം പ്രവേശിച്ചത് കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായത്തിന് 3-ാം വാക്യം പറയുന്നത്,
സ്ത്രീയാണ് ആദ്യം വഞ്ചിക്കപ്പെട്ടത്. ഹവ്വ ഉപായത്താൽ അഥവാ പിശാച് ഹവ്വായിയാണ് ചതിച്ചത്. അതുകൊണ്ടാണ് സ്ത്രീയുടെ സന്തതിയായി ശിശുവായി ഈ ഭൂമിയിലേക്ക് അവതരിച്ചു വന്നു കർത്താവായ യേശു ക്രിസ്തു. അവൻ അവശരെയും ആപ്തരെയും ഉയർത്തി ദരിദ്രർക്ക് സുവിശേഷം നൽകിക്കൊണ്ട് ഈ ഭൂമിയുടെ സഞ്ചരിച്ചു. 33 വർഷക്കാലം ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഇന്നോളം ആ കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഇപ്രകാരം വെല്ലുവിളിച്ചിട്ടുള്ളൂ. നിങ്ങളിൽ ആരെന്നെ പാപബോധം വരുത്തും? ഞാനൊന്ന് ചോദിച്ചോട്ടെ സ്നേഹിത, ഇന്ന് ഏതൊരു രാഷ്ട്രീയ നേതാവോ, ഏതൊരു മത നേതാവോ, ഏതൊരു അവതാര പുരുഷനോ, ഏതൊരു പ്രവാചകനോ ഇങ്ങനെ വെല്ലുവിളി നടത്തിയിരുന്നുവെങ്കിൽ അനേക പാപങ്ങൾ തന്നെ തെളിയിക്കുവാൻ കഴിയുമായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു തന്നെ ക്രൂശിക്കുവാൻ കുത്തിച്ചു നിൽക്കുന്ന യഹൂദ ജനതയോടാണ് ചോദിക്കുന്നത്, നിങ്ങളിൽ ആരെന്നെ പാപബോധം വരുത്തും? മണ്ണും മാനവും മുട്ടിക്കിടക്കുന്ന മശിഹായുടെ ചോദ്യത്തിന് മതിയായ ഉത്തരം കണ്ടെത്തുവാൻ 6 കോടതികൾ അഥവാ ശത്രുക്കളുടെ കോടതികൾ മാറി മാറി വിസ്തരിച്ചില്ലേ പ്രിയരെ? കർത്താവായ യേശു ക്രിസ്തുവിനെ ആദ്യം ഹന്നാവിന്റെ കോടതി വിസ്തരിച്ചില്ലേ? റിട്ടേർഡ് മഹാപുരോഹിതൻ അവിടെയും ഒരു തെറ്റ് കണ്ടെത്തിയില്ല. വീണ്ടും അക്കാലഘട്ടത്തിലെ യഹൂദ മഹാപുരോഹിതൻ കയ്യാഫാസ് വിസ്തരിച്ചു, ഒരു തെറ്റും കണ്ടെത്തിയില്ല. വീണ്ടും വിസ്തരിക്കുകയാണ്. ഇതാ യഹൂദ മതക്കോടതി എഴുതുന്നവരും ശാസ്ത്രിമാരും പരീക്ഷന്മാരും അടങ്ങുന്ന അഥവാ മഹാപുരോഹിത ജഡ്ജിമെന്റ് ആയിരിക്കുന്ന ആ കോടതിയും വിസ്തരിച്ചു. പക്ഷെ അവനിൽ മരണകരമായ ഒരു തെറ്റും അവന് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. നേരെ വിട്ടു അഥവാ സിവിൽ കോടതിയിലേക്ക്. അന്നത്തെ റോമൻ ഗവർണർ പീലാത്തോസ് വിസ്തരിച്ചിട്ട് ചോദിച്ചു, ഈ മനുഷ്യൻ ചെയ്ത ദോഷമെന്ത്? ഞാനിതിൽ ഒരു ദോഷവും കാണുന്നില്ല. നേരെ ഗലീലാക്കാരൻ അഥവാ ഗലീലായിലെ രാജാവായ ഹെരോദാസിന്റെ അടുക്കലേക്ക് അയച്ചു. ഹെരോദാസും വിസ്തരിച്ചു, പക്ഷെ ഒരു തെറ്റും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. വീണ്ടും പീലാത്തോസ് വിസ്തരിച്ച് വിധി എഴുതുകയാണ്, ഈ നീതിമാൻ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ലോക ചരിത്രത്തിൽ ശത്രുക്കളുടെ കോടതി വിധി എഴുതിയ ഒരേ ഒരു നീതിമാനാണ് ഈ കൃപായുഗത്തിൽ മാനവരാശിയെ രക്ഷിപ്പാൻ ആ പൊൻപുലയിൽ ഈ ഭൂമിയിലേക്ക് മനുഷ്യാവതാരം ചെയ്തു വന്ന കർത്താവായ യേശു ക്രിസ്തു. എന്നെ ശ്രദ്ധിക്കുന്ന ചെയ്ത 30 വെള്ളിക്കാശിന് ദിവ്യാംഗം ഒറ്റിക്കൊടുത്ത ആ സ്വന്തം ശിഷ്യനായ യൂദാസ് പോലും പറഞ്ഞു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെയാണ് നിങ്ങൾ കാണിച്ചു തന്നിരിക്കുന്നത്. കുറ്റമില്ലാത്ത രക്തം 30 വെള്ളിക്കാശിന് വില പറഞ്ഞു വിറ്റ കുറ്റമില്ലാത്ത ഒരേ ഒരു രക്തത്തിനുടമ അവനാണ് കർത്താവായ യേശു ക്രിസ്തു. സ്നേഹിത, എത്രയോ കൊടും കുറ്റവാളികളെ ക്രൂശിൽ അഥവാ തറച്ചിട്ടുള്ള ആ റോമൻ സൈന്യത്തിന്റെ സനാധിപൻ അവൻ വിളിച്ചു പറയുകയാണിപ്പോൾ, ഇവൻ വാസ്തവമായി നീതിമാൻ തന്നെ. ഇവന്റെ മരണം ഒരു നീതിമാന്റെ മരണമാണ്. പോരാ, അവിടെ കൊണ്ട് അവസാനിച്ചില്ല. അവനെ ക്രൂശിച്ചു രേഖപ്പെടുത്തുവാൻ വന്ന മറ്റൊരു സനാധിപൻ വിളിച്ചു പറഞ്ഞു, ഇവന്റെ മരണത്തിൽ സൂര്യനിരുണ്ടു, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവക്കറ തുറക്കപ്പെട്ടു, ജെറുസലേം ദൈവാലയത്തിന്റെ തിരശ്ശീല മുഗൾമയുടെ അടിവരയിൽ കീറിപ്പോയി. ഇവനാണ് സാക്ഷാൽ ദൈവപുത്രൻ. സ്നേഹിതന്മാരെ, ഈ കൃപായുഗത്തിൽ AD 1-ാം നൂറ്റാണ്ടിൽ AD 30 ഏപ്രിൽ മാസം 7-ാം തീയതി വെള്ളിയാഴ്ച കാലുകളുടെ കുഴിൽ 2 കള്ളന്മാർ നടുവിൽ ഒരു അധമഭാവിയെ പോലെ എന്റെയും നിങ്ങളുടെയും പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് അവൻ പറഞ്ഞു, ടെട്രാസ്റ്റോയ്, നിവൃത്തിയായി എന്ന് പറഞ്ഞ് കണ്ടാൽ ആളല്ലാന്ന് തോന്നുമാറ് അടിച്ചു കീറപ്പെട്ട ശരീരത്തിൽ മുൾമുടി അണിഞ്ഞ് ആ ഭയാനകമായ വേദനകൾ നരകത്തിന്റെ യാതന മുഴുവൻ അനുഭവിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, നിവൃത്തിയായി എന്ന് പറഞ്ഞപ്പോൾ സ്നേഹിത, ഇതാണ് കൃപായുഗം എന്ന് പറഞ്ഞാൽ ഏതൊരു പാപിയുടെയും പാപത്തിന്റെ ഭയാനകമായ നരകശിക്ഷ മുഴുവൻ ഏറ്റെടുത്ത് നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി അവൻ മറുവില നൽകുകയായിരുന്നു. ഇന്നേക്ക് 4000 ആണ്ടുകൾക്കപ്പുറത്ത് ചോദിച്ചു, ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? ഉത്തരമില്ല. വീണ്ടും 1000 വർഷം കൂടി കഴിഞ്ഞു. സങ്കീർത്തനത്തിൽ അഥവാ ഭക്തി ശിരോമണികളായിരിക്കുന്ന സങ്കീർത്തനകാരൻ ചോദിക്കുകയാണ്, 49-ാം സങ്കീർത്തനം 6-7 വാക്യങ്ങളിൽ, മനുഷ്യൻ മരിക്കാതിരിപ്പാൻ മരിക്കുന്നതിന് മനുഷ്യന് ദൈവത്തിന് വീണ്ടെടുപ്പ് കൊടുത്ത് അവന് വീണ്ടെടുപ്പാൻ ആർക്ക് കഴിയും? അടഞ്ഞ അധ്യായം. ഇതാ 1000 വർഷം കൂടി കഴിഞ്ഞു. യോർദാന നദീതടത്തിലൂടെ നടന്നു വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നാപയോഹന്നാൻ പരിചയപ്പെടുത്തി. ഇതാണ് ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവ കുഞ്ഞാട്. ചോദിച്ചു കൊടുത്ത ശിഷ്യന്മാർ, ഗുരു, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? യേശു ക്രിസ്തു മറുപടി, കല്ലറയുള്ളവരെല്ലാം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അവൻ ഉയർക്കുകയും നാഴിക വരുന്നു വന്നുമിരിക്കുന്നു. എന്തരം കൊണ്ട് ആണയിട്ടുവോ അത് രുദ്രം കൊണ്ട് മുദ്രയിട്ടു രാജാവുണ്ടെങ്കിൽ അവനാണ് ഞാൻ പ്രസംഗിക്കുന്ന ബൈബിൾ പ്രഖ്യാപിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. അവൻ പറയുക മാത്രമല്ല ചെയ്തത്, കല്ലറയുള്ളവർ ഏവനും അവന്റെ ശബ്ദം കേൾക്കും, അവർ ഉയർക്കുമെന്ന് പ്രഖ്യാപിച്ച ക്രിസ്തു നേരെ ലാസറിന്റെ കല്ലറക്കിലേക്ക് ചെന്നു. അവൻ മരിച്ചു, അടക്കപ്പെട്ടു, 4 ദിവസമായി നാറ്റം വെച്ച അവസ്ഥയിലെത്തി. യേശു ക്രിസ്തു അവിടെ ചെന്ന്
എന്ന് വിളിച്ചു, ലാസർ പുറത്തു വരിക. ആ കല്ലറയിൽ നിന്നും പുറത്തു വന്നില്ലേ പ്രിയരെ? അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ചോദിച്ചു, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിട്ട് വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ഇതുപോലൊരു പ്രഖ്യാപനം ചെയ്ത പ്രഖ്യാപിത പുരുഷ വിശേഷമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ലൂ, ഞാൻ ഉയർക്കാമെന്ന് മരണത്തെ വെല്ലുവിളിച്ചവൻ. അവൻ പറഞ്ഞു, ഞാൻ ജെറുസലേമിലേക്ക് പോകും, നിങ്ങളുടെ മൂപ്പന്മാർ എന്നെ പിടിക്കും, അവരെന്നെ തല്ലും, അവരെന്നെ ക്രൂശിച്ച് കൊല്ലും, ഞാൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും. സ്നേഹിത, ഇവിടെ വന്ന എല്ലാ അവതാര പുരുഷന്മാരും പ്രവാചകന്മാരും മനുഷ്യരും എല്ലാവരും മരിച്ചു മണ്ണായപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എന്നെ കൊല്ലൂ, ഞാൻ ഉയർക്കാം, ഞാൻ തന്നെയാണ് പുനരുദ്ധാനവും ജീവനും, എന്റെ ജീവനെ കൊടുക്കാനും തിരികെ പ്രാപിക്കാനും എനിക്ക് അധികാരമുണ്ട്. പറയുക മാത്രമല്ല അവൻ ചെയ്തത്, അവൻ പറഞ്ഞതുപോലെ കാൽവെള്ള ക്രൂശിൽ മാനവരാശിക്ക് വേണ്ടി പരമയാഗമായി തീർന്നു. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ ശരീരം, മരിച്ച ശരീരം ജോസഫും നിക്കോദിമോസും കൂടി ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് ഒന്ന് അടക്കം ചെയ്യുവാൻ തരണമെന്ന്. പീലാത്തോസ് പറഞ്ഞു, അവൻ മരിച്ചുവോ? അതുകൊണ്ടാണ് റോമൻ പടയാളി വന്ന് രണ്ട് കള്ളന്മാരുടെയും കാലുകളെ ഒടിച്ചു. എന്നാൽ ഇവൻ മരിച്ചു എന്ന് തോന്നിയിട്ടും അതിന് ഉറപ്പുവരുത്തുവാൻ വേണ്ടിയാണ് ആ റോമൻ പടയാളി തന്റെ കയ്യിലിരിക്കുന്ന ആ കുന്തം കൊണ്ട് വിലാപ്പുറത്ത് കുത്തിയപ്പോൾ രക്തവും വെള്ളവും പുറപ്പെട്ടു. അങ്ങനെ യേശു ക്രിസ്തു മരിച്ചു എന്ന് പറഞ്ഞാൽ അഹമ്മദ് ഖാദിയാനികൾ പറയുന്ന പോലെ മരിക്കാത്ത ക്രിസ്തുവിനെ അല്ല അടക്കിയത്. പിന്നെയോ സയന്റിഫിക്കലായിട്ട് പറഞ്ഞാൽ ആ മനുഷ്യൻ അഥവാ ക്രിസ്തു മരിച്ചു. എന്തുകൊണ്ടാണ് മരിച്ചത്? അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറയുകയാണ്, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാൻ എന്തു മറുവില മനുഷ്യൻ കൊടുക്കും. യേശു ക്രിസ്തു പറഞ്ഞു, മർക്കോസിന് സുവിശേഷം 10-ാം അധ്യായത്തിൽ 45-ാം വാക്യത്തിൽ, മനുഷ്യപുത്രൻ വന്ന് ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി ജീവനെ മറുവിലയായി കൊടുക്കണമത്തെ. എന്തങ്ങ് മറുപടി കൊടുക്കും, മറുവില കൊടുക്കുമെന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്, ദൈവം ആവശ്യപ്പെടുന്ന മറുവിലയായിരിക്കുന്ന സമസ്ത മനുഷ്യരുടെയും ജീവന്റെ ഉടയവനായിരിക്കുന്ന ആ ജീവ ഉടയവനായ കർത്താവായ യേശു ക്രിസ്തു, അവൻ വചനം ശരീരമായി തീർന്നു വന്നത്. മക്കൾ ജഡരക്തമുള്ളതാകിയാൽ അവന് അവരെ പോലെ ജഡരക്തമോട് വന്നത്. മരണത്തിന്റെ അധികാരിയെ പിശാചിനെ തന്റെ മരണത്താൽ നീക്കണം, ദൈവനീതിയെ പ്രസാദിപ്പിക്കണം. എന്ത് മറുവില കൊടുക്കും? ഞാൻ എന്റെ ജീവനെ മറുവില കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് പ്രിയ സ്നേഹിത, അവന്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ രക്തവും വെള്ളവും പുറപ്പെട്ടു. അവസാന ജീവന്റെ തുടിപ്പായ രക്തത്തിലല്ലോ ജീവൻ അടങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ലേവ്യ പുസ്തകം 17-ാം അധ്യായത്തിൽ 14-ാം വാക്യം. ഇത് ആധുനിക ശാസ്ത്രവും സമ്മതിച്ചു കഴിഞ്ഞു. ഏതൊരു മനുഷ്യന്റെയും ജീവൻ ആധാരമായിരിക്കുന്ന രക്തമാണ് പ്രിയരെ. ആ രക്തമാണ് അവസാന തുള്ളിയും ഊറ്റിക്കൊണ്ട് അവൻ മരിച്ചു. അവിടെ കൊണ്ട് കഥ അവസാനിച്ചില്ല. ജോസഫും നിക്കോദിമോസും കൂടി അവന്റെ ശരീരം ആവശ്യപ്പെട്ടു. അവന്റെ മരണം ഉറപ്പുവരുത്തിയ ശേഷം അവന്റെ ശരീരം അടക്കം ചെയ്യുവാൻ കൊടുത്തു. അങ്ങനെ നിക്കോദിമോസ് കൊണ്ടുവന്ന 100 ഇടിച്ചിട്ട സുഗന്ധക്കൂട്ട് അത് ഈ അടിച്ചു കീറിയ സകലന്റെ ശരീരത്തെ അങ്ങ് തേച്ചു പിടിപ്പിച്ചു. എന്നിട്ട് 14 അടി നീളമുള്ള 4 അടി വീതിയുള്ള ലിനിൻ വെളുത്ത തുണി കൊണ്ട് ഈ ശരീരം ശരിക്കും എംബാം ചെയ്തു. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്ത ജോസഫിന്റെ പുതിയ കല്ലറ, ഒറ്റ പാറയിൽ വെട്ടിയുണ്ടാക്കിയ ഒരു വാതിൽ മാത്രമുള്ള കല്ലറ. ആ കല്ലറയ്ക്കുള്ളിലേക്ക് വെച്ചിട്ട് ഒരു കല്ലുരുട്ടി വെച്ചു എന്ന് പറഞ്ഞാൽ റഫറൻസുകൾ പരിശോധിച്ചാൽ ആധുനിക ശാസ്ത്രം പറയുന്നത് അഥവാ 600 പൗണ്ട് തൂക്കം വരുന്ന ഒരു കൽക്കഥ ഉരുട്ടി അഥവാ വെച്ചു. അതിനുശേഷം റോമയുടെ മുദ്രയും വെച്ചു. വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ചയുടെ ബ്രഹ്മമുഹൂർത്തം പൊട്ടിവിടുമ്പോൾ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ താൻ മരണത്തിന്റെ മാറാല കീറി തന്നെ വരിഞ്ഞു മുറുക്കി സീലയുടെ ബന്ധമറുത്ത് ശിലാ കവാടം ഭേദിച്ച് ഇതാ അവൻ ഉത്തുംഗ പ്രതാപവാനായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മൃത്യോ മാം അമൃതംഗമയ. അല്ലയോ ഈശ്വര, ഞങ്ങളെ ഈ മരണത്തിൽ നിന്നും അമൃതിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചവൻ. ആ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തുകൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെയാണ് പുനരുദ്ധാനം, ഞാൻ തന്നെയാണ് ജീവൻ, ഞാൻ തന്നെയാണ് മറുവില, ഞാൻ തന്നെയാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇതാണ് കർത്താവായ യേശു ക്രിസ്തു. ഈ കൃപായുഗത്തിൽ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മാനവരാശിയുടെ പാപത്തിനു വേണ്ടി മരിക്കുക മാത്രമല്ല, അവൻ അടക്കം ചെയ്ത് ഉയർത്തെഴുന്നേറ്റു. മരണവീതി
രീതിയിൽ അടിമകളായിരുന്ന മാനവരാശിയെ ഇനി മരണത്തിലേക്ക് പോകേണ്ട, നരകമാണെന്ന നിത്യമായിരിക്കുന്ന രണ്ടാം മരണത്തിലേക്ക് ആരും പോകേണ്ട. യേശു ക്രിസ്തു പാപത്തിന്റെ പരിഹാരം വരുത്തിയിരിക്കുന്നു. ആകയാൽ ഇനി ക്രിസ്തുവേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിനോട് ഈ കൃപായുഗത്തിൽ ഏതൊരു പാപി പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ, അവനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ, സ്വർഗത്തിലെ ദൈവത്തിന്റെ നീതി കാലുകളുടെ ക്രൂശിലൂടെ ആ പാപിയെ നോക്കുകയും അവന്റെ ശിക്ഷ മുഴുവൻ കാലുകളുടെ ക്രൂശിൽ അവന്റെ ജീവിതകാലം മുഴുവൻ പാപത്തിന്റെയും ശിക്ഷ ഏറ്റെടുത്ത ക്രിസ്തുവിൽ കണക്കിട്ടുകൊണ്ട് ആ വ്യക്തിയെ ആ നിമിഷം വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഇവിടുത്തെ മതങ്ങൾ വിശുദ്ധനെ പ്രഖ്യാപിക്കുന്ന പോലെയല്ല ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ സ്വർഗീയ ദൈവം അഥവാ മനുഷ്യനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നത്. സംശയമുള്ളവർക്ക് നോക്കാം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇവിടുത്തെ മതങ്ങളിൽ എത്ര വിശുദ്ധന്മാരുണ്ട്? അശുദ്ധന്മാർ കൂടി മരിച്ച ശേഷം ഒരു വിശുദ്ധനായിട്ട് പല അത്ഭുതങ്ങൾ നടന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് അഥവാ ഒരു വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നത് ദൈവവചന വ്യവസ്ഥയല്ല, അത് ബൈബിളിന്റെ വ്യവസ്ഥയല്ല, ദൈവിക വ്യവസ്ഥയല്ല. അത് പാഗൻ മതത്തിന്റെയും റോമൻ മതത്തിന്റെയും പാരമ്പര്യങ്ങളെ പിൻപറ്റിക്കൊണ്ട് ഊഹാഭോഹങ്ങൾ മാത്രമാണ്. എന്നാൽ നിങ്ങൾ ബൈബിളിനോട് ചോദിക്കൂ, എങ്ങനെയാണ് ഒരു വ്യക്തി വിശുദ്ധനാകുന്നത്? അതുപോലെ ഇന്ന് പരിശുദ്ധൻ എന്നൊക്കെ പറയുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ആരാ പാപമില്ലാതെ ജനിച്ച പരിശുദ്ധൻ? ഇവിടെ ആരാ തിരുമേനി? തിരുമേനി എന്ന് വിളിക്കാൻ പറ്റിയ ഒരു മേനിയുണ്ട് ഇവിടെ? പുള്ളുമേനിയല്ലേ ഉള്ളൂ. ഞാൻ ചോദിച്ചോട്ടെ, ഒരേ ഒരു തിരുമേനി, ദ്രവത്വം കാണാതെ ഉയർച്ച ഒരേ ഒരു തിരുമേനി, അതാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ പൊന്മേനി. ആ മേനിയല്ലാതെ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ പുഴുവിനരിക്കുവാൻ കഴിയാത്ത, ദയിപ്പിക്കാൻ കഴിയാത്ത ഒരു ശരീരത്തിൽ ഈ ഭൂമിയിൽ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ, തന്നെ ആണിയടിച്ച അതേ പാദങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ, അന്നെ ആണിത്തടമുള്ള കൈകളുയർത്തി താൻ തന്റെ സ്വാർത്ഥം അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവനാണ് യഥാർത്ഥ തിരുമേനി. മറ്റൊരു എല്ലാ മനുഷ്യരും ഏതെല്ലാം വസ്ത്രം ധരിച്ചാലും ഏതെല്ലാം മതത്തിന്റെ നേതാക്കളായാലും പുഴുമേനിയല്ലേ പ്രിയരെ? ഇരുത്തി കുഴിച്ചിട്ടാലും കിടത്തി കുഴിച്ചിട്ടാലും കത്തിച്ചു കളഞ്ഞാലും ഇതെല്ലാം മണ്ണിലേച്ചു ചേരുകയുള്ളൂ. പുഴുമേനികളാണ്. അതുകൊണ്ട് ഇവരുള്ളവരാരും ഇവരൊന്നും തിരുമേനി എന്ന് വിളിക്കരുത്. അതുപോലെ പരിശുദ്ധൻ, ഞാനിപ്പോ അങ്ങോട്ട് നടന്നു വായിച്ചതാണ് പരിശുദ്ധൻ. ഞാൻ ചോദിച്ചോട്ട്, ബൈബിളിൽ അല്പമെങ്കിലും അംഗീകരിക്കുന്നെങ്കിൽ ദൈവ തിരുവെഴുത്ത് നിങ്ങൾ വായിക്കണം. ഒന്ന് വായിക്കുക എന്ന് പറഞ്ഞ 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം വാക്യത്തിൽ ഇപ്രകാരം ദൈവം പറയാൻ, യഹോവ പരിശുദ്ധൻ, യഹോവ മാത്രം ഏക പരിശുദ്ധൻ, ഏക പാറയും യഹോവ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്വർഗത്തിലെ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവിടെ ഈ സറാഫുകളും മൂപ്പന്മാരും ആരാധിക്കുന്ന ദൈവം യഹോവയായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആ പരിശുദ്ധനായ ഭൂമിയിലേക്ക് അവതരിച്ചു വന്നത് കർത്താവായ യേശു ക്രിസ്തു. ആ ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന് 4-ാം വാക്യത്തിൽ പറയുന്നത്, കർത്താവേ, ആ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും ആ നിന്നെ മഹത്വപ്പെടുത്താതെയും ഇരിക്കും, നീയല്ലോ ഏക പരിശുദ്ധൻ. ഞാൻ ചോദിച്ചോട്ടെ, ഇവിടുത്തെ മറിയ എങ്ങനെ പരിശുദ്ധിയാവും? ഇവിടുത്തെ പാത്രിവർഗീസ്, അതുപോലെ ഇവിടെ പോപ്പ് എങ്ങനെ പരിശുദ്ധന്മാരായി തീരും? നിങ്ങളൊന്ന് പറയണം. സംശയമുള്ളവർ ചോദിക്കണം എന്നോട്. ഞാൻ തിരുവെഴുത്ത് വെച്ച് ദൈവവചനം വെച്ചാണ് ചോദിക്കുന്നത്, ഇവരെങ്ങനെ പരിശുദ്ധന്മാരായി? നിങ്ങൾ ഈ പരിശുദ്ധന്മാരെന്ന് ഇവരെ അഭിസംബോധന ചെയ്യുന്നത് തന്നെ ദൈവത്തെ നിഷേധിക്കുന്നതും ദൈവത്തെ ആക്ഷേപിക്കുന്ന തുല്യമല്ലേ? പിശാച് എന്ന് പറയുന്നവൻ അവൻ ആദ്യമായി ആഗ്രഹിച്ചത് നക്ഷത്രലോകങ്ങൾക്കപ്പുറത്ത് ഉത്തരദിക്കിൽ ദൈവത്തിന്റെ സിംഹാസനൊപ്പം എന്റെ സിംഹാസനം ഞാൻ വെക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടല്ലേ പ്രിയനല്ലേ അവനെ ദൂതനെ തട്ടി അഥവാ താഴേക്ക് ഇട്ടത്? അവനല്ലേ പിശാച്. അതുകൊണ്ടാണ് ദൈവത്തോട് സമനാകുവാൻ ശ്രമിക്കുന്നവൻ ആരോ അവൻ പിശാചാണ്. അതുകൊണ്ടാണ് ഇവിടെ പരിശുദ്ധനെന്ന് ആർ അവകാശപ്പെട്ടാലും ദൈവവചനം വെച്ച് തറപ്പിച്ച് ഉറപ്പിച്ച് ഞാൻ പറയുന്നു, ഇവിടെ പരിശുദ്ധൻ എന്നേ ഉള്ളൂ. അത് പ്രപഞ്ച ദുഷ്ടാവായ യഹോവയായ ദൈവം മനുഷ്യനായി വന്ന കർത്താവായ യേശു ക്രിസ്തു. സംശയമുള്ളവർക്ക് എന്റെ പേരിൽ കേസ് കൊടുക്കാം, ഏത് മതത്തിനും കേസ് കൊടുക്കാം. ഞാൻ ദൈവ തിരുവെഴുത്ത് വെച്ച് തെളിയിച്ചിരിക്കും. ഏത് മത നേതാവിനും കേസ് കൊടുക്കാം. നിങ്ങൾ പുഴുമേനിയാണ്, ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തുവാണ് സാക്ഷാൽ തിരുമേനി. നിങ്ങൾ പരിശുദ്ധരല്ല, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അശുദ്ധനാണ്. എന്നാൽ യേശു ക്രിസ്തു പരിശുദ്ധനാണ്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഒരാളെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നത് ദൈവമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ചരിത്രം പരിശോധിച്ചാൽ റോമിൽ 1-ാം നൂറ്റാണ്ടിൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് ഹൃദയത്തിലേക്ക് സ്വീകരിച്ചവരെ റോമിലെ ജനതയെ റോമാലേഖനം അഭിസംബോധന ചെയ്യുന്നത് റോമിലെ വിശുദ്ധന്മാർക്ക്. അതുപോലെ കൊരിന്തിലെ അസാൻമാർഗികമായി ജീവിച്ച
അഥവാ ദേവദാസി സമ്പ്രദായം പോലെയുള്ള അഥവാ അധാർമികമായ ജീവിതം നയിച്ചിരുന്നവർ പോലും യേശുക്രിസ്തു പാപങ്ങളെ ഏറ്റുപറഞ്ഞപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരമാണ് എഴുതുന്നത്: കൊരിന്തിലെ വിശുദ്ധന്മാർ, എഫെസോസിലെ വിശുദ്ധന്മാർ, തെസ്സലോനിക്കയിലെ വിശുദ്ധന്മാർ, ഗലാത്യയിലെ വിശുദ്ധന്മാർ, അങ്ങനെ വിശുദ്ധന്മാരെന്നാണ് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരെ പുതിയ നിയമം ഈ കൃപായുഗത്തിൽ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഇവിടുത്തെ വിശുദ്ധന്മാരാണ് ഈ പ്രസംഗം ഇവിടെ അഥവാ ഈ സുവിശേഷം പ്രസംഗിക്കുവാൻ ഇവിടെ ഞങ്ങളെ അഥവാ കർത്താവിന്റെ കൃപയാൽ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങളെ കർത്താവിന്റെ കൃപയാൽ 2002 ഞാൻ ഒരു ക്രൈസ്തവ മതത്തിൽ അതുപോലെ ജീവിച്ച ഞാൻ 35-ാമത്തെ വയസ്സിൽ യേശുക്രിസ്തുവിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു. അവനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ ബൈബിളിൽ എഴുതിയിരിക്കുന്ന പോലെ സ്വർഗം കാൽവയുടെ ക്രൂശിലൂടെ എന്റെ പാപത്തിന്റെ മുഴുവൻ പരിഹാരവും വരുത്തിയപ്പോൾ, എന്റെ അവസാന പാപത്തിന്റെ പരിഹാരവും ക്രിസ്തു കാൽവരി വരുത്തിയപ്പോൾ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവൻ അയച്ചിരുന്ന അവനിലൂടെ അവന്റെ ദേഹമെന്ന തെരശ്ശീല ചിന്തി സ്വർഗത്തിലേക്ക് ജീവനുള്ള പുതുവഴി തുറന്നപ്പോൾ, ആകയാൽ ക്രിസ്തുവേശുള്ളവർക്ക് ഇനി ശിക്ഷാവിധിയില്ല, അവനെ വിശുദ്ധനെന്നാണ് പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ടാണ് എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പാടിയത്: വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കുക, പ്രിയൻ വരവിന് താമസമേറെയില്ല. ഈ കാലം കൃപായുഗം. ഈ കൃപായുഗത്തിൽ ഏതൊരു പാപി യേശുക്രിസ്തു പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ ആ നിമിഷം പരിശുദ്ധാത്മാവിൽ അവന് വിശുദ്ധനായി പ്രഖ്യാപിക്കും. ആ നിമിഷം അവന് പാപമോചനം കൊടുക്കും. ആ നിമിഷം അവന് നിത്യജീവനെ കൊടുക്കും. ആ നിമിഷം പാപത്തിൽ തുടരാതിരിക്കാൻ പരിശുദ്ധാത്മാവിനെ കൊടുക്കും. ആ നിമിഷം അവന് പുത്തൻ പ്രത്യാശ കൊടുക്കും. ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി, ഉയർത്താൽ ക്രിസ്തുവിനായി, മടങ്ങി വരും ക്രിസ്തുവിനോടുകൂടെ 1000 വർഷം ഭരിക്കുവാൻ. അതുകൊണ്ടാണ് ക്രിസ്തുവിനുള്ള ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്ക് ആനന്ദദായകം. എത്ര ദുർഘട സമയങ്ങൾ വന്നാലും ഈ കൃപായുഗത്തിന്റെ അന്ത്യത്തിലേക്ക് ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രിയരെ. ഇനി ഒരുപക്ഷെ ഇതുപോലൊരു അവസരം ലഭിച്ചു വന്നിരിക്കില്ല. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഈ ജീവിക്കുന്ന ദൈവമായ കർത്താവായ യേശു ക്രിസ്തുവിനോട്, നമ്മുടെ പാപപരിഹാരകനായ ക്രിസ്തുവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ, ഞാൻ തുടങ്ങിയതുപോലെ അന്ത്യകാലം, ദുർഘട സമയങ്ങൾ, മനുഷ്യ സ്വഭാവത്തിലും അതുപോലെ പ്രകൃതിയിലും വന്ന മാറ്റങ്ങളെ പരിശോധിച്ച് മനസ്സിലാക്കിയാൽ ഇത് അന്ത്യകാലമാണ്. കൃപായുഗത്തിന്റെ വാതിലടയും, അഥവാ കാഹളം വിളിക്കും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ അവർ ഉയർത്തെഴുന്നേൽക്കും. ജീവിച്ചിരിക്കുന്ന നാമോ രൂപാന്തരം പ്രാപിച്ച് ആകാശ മേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. അങ്ങനെ സഭ, ദൈവത്തിന്റെ സഭ, ക്രിസ്തുവിന്റെ സഭ, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളെ ജയിക്കുമെന്ന് പ്രഖ്യാപിച്ച ക്രിസ്തു തൻ രക്ഷിക്കപ്പെടുന്ന ദിനം വരെ കർത്താവ് സഭയോട് ചേർത്ത ആ തന്റെ കാൽമുറിയിലെ ചോര കൊണ്ട് കഴുകി തന്റെ ആത്മാവിനാൽ വീണ്ടും ജനിപ്പിച്ച ദൈവസഭ, ആ സഭ ഈ കൃപായുഗത്തിന്റെ അന്ത്യത്തിൽ ഇവിടുന്ന് എടുക്കപ്പെടും എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്ത നാൾ മുതൽ അഥവാ അവസാനം ക്രിസ്തുവിന്റെ കാഹളം ധ്വനിച്ച വിശുദ്ധന്മാർ ദൈവസഭ ഇവിടുന്ന് മാറ്റപ്പെടുന്നത് ആ സമയം വരെയാണ് കൃപായുഗം. കൃപായുഗത്തിന് ശേഷം പ്രിയ സ്നേഹിത, ഇതൊരു ഈറ്റുനോവിന്റെ ആരംഭമാണ്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഒരു എതിർ ക്രിസ്തുവിന്റെ ഭരണം വരും. ലോകം ഇന്ന് നമുക്കറിയാം 10 ചേരിയിലേക്ക് മാറ്റും. അതാണ് 7 തലയും 10 കൊമ്പും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 7 തല എന്ന് പറഞ്ഞാൽ 7 മലയാണ്. 10 കൊമ്പെന്ന് 10 ഭൂരാജാക്കന്മാരാണ്. ഇന്ന് നമുക്കറിയാം ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് പോലും ഒരു വിലയില്ലാതായി മാറിക്കഴിഞ്ഞു. ഒരു രാജ്യത്തെ നിയന്ത്രിക്കുവാൻ കഴിയാത്ത അത്രമാത്രം ഐക്യരാഷ്ട്ര സംഘടന അഥവാ നിർജീവമായി കഴിഞ്ഞു. എന്താണ് ഇതിന്റെ കാരണം? വരാൻ പോകുന്നു. ഇവിടത്തെ ദൈവസഭ മാറ്റപ്പെട്ടാൽ, പരിശുദ്ധാത്മാവ് സഭയെ കൊണ്ട് മാറ്റപ്പെട്ടാൽ മരണം കൊതിക്കുന്ന ഒരു മഹാഭയാനകമായ മഹാപീഡനകാലം വരും. ആ കാലത്തെ ഭരിക്കുവാൻ സമാധാനത്തിന്റെ ദൂതനെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഈ 10 രാഷ്ട്രങ്ങളുടെ നേതൃത്വത്തിൽ ഒരു നേതാവിനെ തെരഞ്ഞെടുക്കും. അവനാണ് എതിർ ക്രിസ്തു. ഏതെന്ന് വെച്ചാതായ അഭ്വായും വഞ്ചിച്ച സർപ്പത്തിന് ശക്തിയാൽ അവനെ അഭിഷേകം ചെയ്യും. അവന് വഴിയൊരുക്കുവാൻ അഥവാ ഒരു കള്ളപ്രവാദി എഴുന്നേൽക്കും എന്ന് പറഞ്ഞാൽ സ്ത്രീയിരിക്കുന്ന 7 മല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 7 മലകളിൽ പണിയപ്പെട്ട ഏക സിറ്റി എന്ന് പറയുന്നത് വത്തിക്കാൻ സിറ്റിയാണ് പ്രിയരെ. അവിടെ നിന്നാണ് കള്ളപ്രവാചകൻ മതങ്ങളുടെ എക്കോമിനിക്കത്തിന്റെ തലവൻ വരും. ഇന്ന് പറയുന്നത് നമുക്കറിയാം, എല്ലാ മതങ്ങളും ഒരുപോലെയാണ്. ഇവരെ ഒരു ദൈവമേ ഉള്ളൂ. എല്ലാം സൂര്യനിലേക്ക് നോക്കുന്ന പോലെ പല സ്ഥലത്ത് നോക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ യേശു ക്രിസ്തു പറഞ്ഞത് അങ്ങനെയല്ല. ഞാൻ തന്നെ
വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുത്ത് എത്തുന്നില്ല. ക്രിസ്തുവിന്റെ ശിഷ്യനായി പത്രോസും പറഞ്ഞു, മറ്റൊരുത്തിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് മനുഷ്യന് നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല, യേശുക്രിസ്തുവിന്റെ നാമം മാത്രം. അതുകൊണ്ട് യേശുക്രിസ്തുവാണ് ഭാവപരിഹാരം വരുത്തുവാൻ മനുഷ്യനായി അവതരിച്ച ദൈവം. യേശുക്രിസ്തുവാണ് ഭാവപരിഹാരാർത്ഥം മാനവരാശിക്ക് വേണ്ടി പറഞ്ഞ യാഗമായി തീർന്ന ദൈവം. യേശുക്രിസ്തുവാണ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ദൈവം. ആ ഒരേ ഒരുവൻ, അവൻ മാത്രമാണ് സാക്ഷാൽ വെളിപ്പെട്ട ദൈവം. അവൻ മാത്രമാണ് ലോകൈക രക്ഷകൻ. അല്ലാതെ ലോകത്ത് കാണുന്ന എല്ലാ മതങ്ങളും കൂടി ദൈവത്തെ സങ്കല്പിച്ചാൽ ആ ദൈവം ഒരിക്കലും യഥാർത്ഥ ദൈവമല്ല പ്രിയരെ. അങ്ങനെ എക്കോമനിക്കത്തിന്റെ തലവും വരും. ആ കള്ളപ്രവാചകനും അന്ത്യക്രിസ്തുവും കൂടി 7 വർഷക്കാലം ഭൂമിയെ അഥവാ ഭരിക്കും. അങ്ങനെ മനുഷ്യൻ മരണത്തെ കുതിക്കുന്ന കാലം, ഭയാനകമായ യുദ്ധങ്ങൾ, അതുപോലെ തന്നെ പ്രകൃതി ഭയാനകമായിരിക്കുന്ന പ്രകൃതി ക്ഷോഭങ്ങൾ, ഇങ്ങനെ 2/3 ഭാഗം ജനവും നശിച്ചു പോകും. വീണ്ടും 2/3 850 കോടി ജനമുണ്ടെങ്കിൽ അതിൽ 2/3 ഭാഗം നശിച്ചിട്ട് ബാക്കി ജനങ്ങളുടെ അവശേഷിക്കും. ആ ജനതയെ പീഡിപ്പിച്ചുകൊണ്ട് ഈ ഭയാനകമായിരിക്കുന്ന അവസ്ഥയിൽ അഥവാ മുന്നോട്ട് പോകുമ്പോൾ, അഥവാ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെതിരെ തിരിയും എന്ന് പറഞ്ഞാൽ ജെറുസലേം ദൈവാലയം പണിയപ്പെടാൻ പോകുകയാണ്. യേശുക്രിസ്തുവിന്റെ സഭ ഇവിടുന്ന് മാറ്റപ്പെട്ടാൽ, അഥവാ ഒരു കാലത്ത് ദൈവത്തിനൊരു ദേവാലയമുള്ളൂ. പഴയ നിയമത്തിൽ സമാഗമന കൂടാരം ഉണ്ടായിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ ക്രൈസ്തവ സഭ എന്ന ആ ജീവനുള്ള ദൈവത്തിൽ സഭയാവുന്ന ദൈവാലയം ഉണ്ടെങ്കിൽ, ഈ ദൈവാലയം മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ യഹൂദന്റെ അക്ഷരിക ദൈവാലയം വരും. അതുകൊണ്ടാണ് അതിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് ക്രിസ്തു വന്നാൽ ആദ്യത്തെ അഥവാ അന്ന് അവൻ പ്രഖ്യാപിക്കുന്നത് ജെറുസലേം ദൈവാലയം പണിയുവാനുള്ള അനുവാദമായിരിക്കും. അങ്ങനെ യഹൂദനുമായ ഒരു ധാരണയിലെത്തും. എന്നാൽ ആ കാലഘട്ടത്തിൽ മറ്റു ലോകങ്ങളിൽ 666 മുദ്ര കൊണ്ടുവരും. അങ്ങനെ സകല ജനതയെയും ഈ അഥവാ അന്ത്യക്രിസ്തുവിന്റെ ജനതയാക്കി മാറ്റും. അതിനുശേഷം ഈ യഹൂദനെയും അന്ത്യക്രിസ്തുവിന്റെ ജനമായി മാറ്റുവാൻ വേണ്ടി ജെറുസലേം ദൈവാലയത്തിന്റെ അഗ്രത്തിന്മേൽ ഒരു പ്രതിമ സ്ഥാപിക്കും, മ്ലേച്ഛ വിഗ്രഹം. അതുകൊണ്ടാണ് ശൂന്യമാക്കുന്ന മ്ലേച്ഛന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. വീണ്ടും മത്തായി 24-ാം അധ്യായത്തിൽ അഥവാ യേശുക്രിസ്തുവും പറഞ്ഞത്, എന്നെ ശ്രദ്ധിക്കാൻ സഹിത അങ്ങനെ വിഗ്രഹം കൊണ്ട് സ്ഥാപിക്കുമ്പോൾ യഹൂദൻ പറയും, ഇവൻ മശിഹായല്ല. മശിഹ ഒരിക്കലും അഥവാ പ്രമാണം ലംഘിക്കുകയില്ല. മശിഹ കൊടുത്തിരിക്കുന്ന പ്രമാണമാണ്, മേലാകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്ക് വെള്ളത്തിലൂടെ യാതൊന്നിന്റെയും പ്രതിമയോ സാദൃശ്യമൊന്നും ഉണ്ടാക്കി വന്നിക്കോ സേവിക്കുകയോ വരുത്. അതുകൊണ്ട് എതിർ ക്രിസ്തു കൊണ്ടുപോയി അവനെ ആരാധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ജെറുസലേം പണിയപ്പെടുന്ന ദൈവാലയത്തിന്റെ അഗ്രത്തിന്മേൽ പ്രതിമ സ്ഥാപിക്കുമ്പോൾ യഹൂദൻ മനസ്സിലാവും, ഞങ്ങൾ ഇത്രയും കാലം പ്രതീക്ഷിച്ചിരുന്ന ഈ മശിഹ എന്ന് ഞങ്ങൾ അത് വിശ്വസിച്ചിരുന്ന ഈ എതിർ ക്രിസ്തു വ്യാജനാണ്. എന്നാൽ പൂർവികന്മാരായ ഞങ്ങളുടെ പിതാക്കന്മാർ 2000 ആണ്ടുകൾക്കപ്പുറത്ത് ക്രൂശിൽ ആ ക്രൂശിച്ചു കൊന്ന നസറേത്തുകാരനായ യേശുവുണ്ടല്ലോ, അവനാണ് സാക്ഷാൽ മശിഹ. അങ്ങനെ ദൈവതിരുവിഴത്തിന് നിവർത്തിയെന്നോണം അവർ ആ കുത്തുമെങ്കിലേക്ക് നോക്കിക്കരയും. ആ വിധാപ്പുറത്ത് കുത്തിയപ്പോൾ രക്തവും വെള്ളവും പുറപ്പെട്ട ആ അവസാന പാപത്തിന് പരിഹാരവും വരുത്തിയ ആ ക്രിസ്തുവിനെ വിളിച്ച് വിലപിച്ച് കരയും. അപ്പോൾ യഹൂദൻ അഥവാ രക്ഷിക്കപ്പെടും. അങ്ങനെ യഹൂദൻ രക്ഷിക്കപ്പെട്ടാൽ ആ യഹൂദനോടുള്ള ബന്ധത്തിൽ അഥവാ 2 പേരെ ദൈവം ഈ ഭൂമിയിലേക്ക് അയക്കും. ആ ഭൂമിയിലേക്ക് അയച്ച അവർ 3.5 വർഷക്കാലം അവർക്ക് വേണ്ടി പ്രതിരോധം തീർത്തുകൊണ്ട് ഈ അന്ത്യക്രിസ്തു അവരെ കീഴടക്കാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അവസാനം അന്ത്യക്രിസ്തു അവരെ കൊല്ലുകയും അവരുടെ ശരീരം ജെറുസലേമിന്റെ തെരുവീലുകളിൽ 3 ദിവസം കിടക്കും. അത് സർവ്വലോകവും കാണുമെന്ന് വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ പറഞ്ഞപ്പോൾ ആധുനിക ശാസ്ത്രം പണ്ട് ചോദിച്ചിരുന്നു. പണ്ട് ശാസ്ത്രം ചോദിച്ചത് ഏത് മലയുടെ മുകളിൽ കയറിയിരുന്നാലാണ് ജെറുസലേമിൽ കിടക്കുന്ന ശവശരീരങ്ങൾ കാണാൻ കഴിയുന്നതാണ്. എന്നാൽ ഇന്ന് നമുക്കറിയാം, നമ്മുടെ മൊബൈലിൽ നിന്ന് ട്യൂൺ ചെയ്ത് നോക്കിയാൽ ഏത് രാജ്യത്ത് കിടക്കുന്ന കാര്യങ്ങളുടെയും അപ്പപ്പോഴുള്ള വാർത്തകൾ നമ്മുടെ കൈകളിൽ കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ടാണ് ഇത് സങ്കല്പമല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ് പ്രിയരെ. അങ്ങനെ എനിക്ക് 3.5 വർഷം കഴിയുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം, ഇതാ ഇവിടെ കയറി വരിക, അവർ കുതിച്ചെഴുന്നേറ്റം പോകും. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഈ ജെറുസലേം കേന്ദ്രമാക്കി അഥവാ ഈ ജെറുസലേമിന് വളയുവാനായി അന്ത്യക്രിസ്തുവിന്റെ സൈന്യം മുഴുവൻ വന്നു കയറും. അങ്ങനെ അവിടെ സൈന്യവും യഹൂദന്മാരെ ഇല്ലാതാക്കുവാൻ അന്ന് ആ യുദ്ധത്തിന് വേണ്ടി വന്നുകൂടുമ്പോൾ യേശുക്രിസ്തു താനും തന്റെ വിശുദ്ധന്മാർ ഒരുമിച്ച് കിരീടധാരികളായി അവർ വാനമേൽ എഴുന്നള്ളി വരും. അങ്ങനെ വന്ന് യഹൂദന്മാരെ അഥവാ ജെറുസലേമിലെ ആ ഉരുകുമലയിൽ അവന്റെ
തിരുപ്പാദങ്ങൾ പതിയുമ്പോൾ ഈ ജെറുസലേം ആയുള്ള ആ ഉലിമല രണ്ടായി പിളരും. അങ്ങനെ അവിടെ യഹോവാശാപ്പാത്ത് താഴ്വരയുണ്ടാകും. ആ താഴ്വരയിൽ അന്ത്യക്രിസ്തുവിന്റെ സകല സൈന്യവും അവിടെ വന്നുകൂടും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന് വായിൽ നിന്ന് വചനങ്ങളാൽ തന്നെ ഈ അന്ത്യക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും തോൽപ്പിച്ച് ആദ്യമായി തീപ്പൊയ്കയിലേക്ക് നരകത്തിലേക്ക് ഇടും. എന്നിട്ട് ആ വഞ്ചകനായ പിശാചിനെ പിടിച്ച് 1000 ആണ്ടത്തേക്ക് അഥവാ പാതാളത്തിലിട്ട് ചങ്ങലയ്ക്ക് പൂട്ടും. അതിന് ശേഷമാണ് യേശു ക്രിസ്തു പറഞ്ഞു, എന്നോട് കഷ്ടം സഹിക്കുന്നവൻ എന്നോട് ഭരിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഈ കൃപായുഗത്തിൽ യേശു ക്രിസ്തുവിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവനെ ഹൃദയത്തിൽ സ്വീകരിച്ചവരെ കർത്താവ് വിളിക്കുന്നത് വെളിപ്പാട് 1 അധ്യായത്തിൽ 6 വാക്യത്തിൽ അവൻ നമ്മെ സ്നേഹിച്ചു, തന്റെ രക്തത്താൽ നമ്മെ കഴുകി രാജകീയ പുരോഹിത വർഗമാക്കി തീർത്തു. പത്രോസും പറഞ്ഞു, നിങ്ങളോ അന്ധകാരത്തിന് അത്ഭുത പ്രകാശത്തിൽ വിളിച്ചുകൊണ്ട് സദ്ഗുണങ്ങളെ ഘോഷിപ്പിക്കത്തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ആ വിശുദ്ധന്മാരായിരിക്കുന്നവർ കിരീടങ്ങളിൽ വെച്ച് 1000 വർഷം ഈ ഭൂമിയെ ഏതൻ എങ്ങനെയായിരുന്നോ ഏതൻ തോട്ടത്തിന് അതേ അവസ്ഥയിൽ ഈ ഭൂമിയെ ഭരിക്കും. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ക്രിസ്തീയ പ്രത്യാശ കേവലം ഭൂമി കൊണ്ട് അവസാനിക്കുകയില്ല. ഭൂമിയെയും സ്വർഗത്തെയും ഒരുപോലെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ എന്ന് ക്രിസ്തു പഠിപ്പിച്ചുവെങ്കിൽ സ്വർഗീയ ജെറുസലേം ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള സ്വർഗീയ ജെറുസലേം അതിനായി അബ്രഹാം കാത്തിരുന്നുവെങ്കിൽ ആ സ്ഥലത്തിന്റെ അതോ വിസ്തീർണം വരെ പറഞ്ഞിട്ടുണ്ട്. പ്രിയരെ, നിങ്ങൾ വെളിപ്പാട് പുസ്തകം വായിച്ചു നോക്കണം. വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിന്റെ 16 വാക്യങ്ങൾ വായിച്ചാൽ 1200 നാഴിക നീളം, 1200 നാഴിക വീതി, 1200 നാഴിക ഉയരമുള്ള സ്വർഗീയ ജെറുസലേം. ഞാൻ ചോദിച്ചോട്ടെ, 1200 നാഴിക നീളം എന്ന് പറഞ്ഞാൽ 1500 മൈലാണ്. 1500 മൈൽ എന്ന് പറഞ്ഞാൽ 2400 കിലോമീറ്റർ നീളം, 2400 കിലോമീറ്റർ വീതി, 2400 കിലോമീറ്റർ ഉയരം. ആ സ്വർഗീയ ജെറുസലേം ദൈവം പണി കഴിപ്പിച്ച. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞ്, എന്റെ പിതാവിന് അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾ പറയുമായിരുന്നു, ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് ഞാൻ മടങ്ങി നിങ്ങൾ എന്റെ അടുക്കൽ ചേർക്കുമെന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തുവെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ഈ 300 മുഴം നീളവും 30 മുഴം ഉയരവും 50 മുഴം വീതിയുമുള്ള നോഹയുടെ പെട്ടകത്തിൽ ശുദ്ധിയുള്ള 7 ശുദ്ധിയില്ലാത്ത 2 നോഹയുടെ കുടുംബവും കയറിയിട്ട് ബാക്കി സ്ഥലമായിരുന്നുവെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ സ്നേഹിത, 2400 കിലോമീറ്റർ നീളം, 2400 കിലോമീറ്റർ വീതി, 2400 കിലോമീറ്റർ ഉയരമുള്ള ആ സ്വർഗീയ ജെറുസലേമിൽ അഥവാ എത്ര ഹിമാലയ പർവ്വതങ്ങൾ മേലേക്ക് 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 വെച്ചാലും എത്താത്ത രീതിയിലുള്ള സ്ഥലമുണ്ട്. അതുകൊണ്ട് 2 കിലോമീറ്റർ ദൂരമുള്ള ഉയരമുള്ള ഒരു കെട്ടിടവും ഇന്നു വരെ ഭൂമിയിലില്ല പ്രിയരെ. അങ്ങനെയെങ്കിൽ 2400 കിലോമീറ്റർ ആണ്. അതുകൊണ്ടാണ് കൽപ്പിത കഥയല്ല ഞങ്ങൾ പറയുന്നത്. ഇത് വാസ്തവമായി ദൈവം ശില്പിയായി നിർമ്മിച്ച ഈ ഉണ്ടാകട്ടെ ഉച്ചാരണത്താൽ ഈ തരി താര സൂര പാരപർവാണകരമായ ബ്രഹ്മാണ്ഡ കടാകത്തെ സൃഷ്ടിച്ചവനാണ് പറഞ്ഞത്, എന്റെ പിതാവിന് തന്നെ അനേക വാസസ്ഥലമുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് ഞാൻ മടങ്ങി നിങ്ങൾ എന്റെ അടുക്കൽ ചേർക്കും. വാഗ്ദത്തങ്ങളിൽ വാക്കുമാറാത്ത ഒരേ ഒരുവൻ അവനാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം. കർത്താവിന് കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തയേശു നായകൻ കൂട്ടാളിയായുണ്ട്. അതുകൊണ്ട് മരണത്തെ ഞങ്ങൾക്ക് ഭയമില്ല. മരണത്തെ ഭയക്കാത്ത ഒരേ ഒരു മാർഗം ക്രിസ്തുവിന്റെ മാർഗം. പുനരുദ്ധാനത്തിന് ഒരേ ഒരു മാർഗം ക്രിസ്തുവിന്റെ മാർഗം. നിത്യജീവന്റെ ഒരേ ഒരു മാർഗം ക്രിസ്തുവിന്റെ മാർഗം. സമാധാനത്തിന്റെ ഒരേ ഒരു മാർഗം ക്രിസ്തുവിന്റെ മാർഗം. സ്നേഹത്തിന്റെ ഒരേ ഒരു മാർഗം ക്രിസ്തുവിന്റെ മാർഗം. സന്തോഷത്തിന്റെ ഒരേ ഒരു മാർഗം ക്രിസ്തുവിന്റെ മാർഗം. ഈ ക്രിസ്തുവിനെ സ്വീകരിക്കുക, നിത്യജീവനെ പ്രാപിക്കുക. മരണത്തിൽ നിന്നും പുനരുദ്ധാനത്തിലൂടെ നിത്യജീവനിലേക്ക്, ഈ നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ ഇതാ കൃപായുഗത്തിന്റെ അന്ത്യകാലഘട്ടം. ഏത് നിമിഷവും സ്നേഹിത കാഹളം ധ്വനിച്ചാൽ പിന്നെ ഒരു അവസരമില്ല. അതുകൊണ്ടാണ് പത്രോസിന്റെ ലേഖനം ഇപ്രകാരം പറയുന്നു. 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ, എന്തുകൊണ്ടാണ് 2000 ആണ്ടായിട്ടും അല്ലയോ കർത്താവേ നീ വരാത്തതെന്ന് ചോദിക്കുമ്പോൾ അവിടെ പറയുകയാണ്, ചിലരെ കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ ചിലരോട് ദൈവം കാണിക്കുന്ന മാനസാന്തരപ്പെടുന്ന അവസരം മാത്രമാണ് പ്രിയരെ. മറന്നു പോകരുത്, ഈ ജീവിതം വിലയേറിയതാണ്. ഒരു മരണം വന്നതിനെ പിടിച്ചാൽ ഞാൻ ഈ പറഞ്ഞ ദൈവവചന പ്രകാരമുള്ള ഒരു നിത്യജീവന്റെ രക്ഷ നീ പ്രാപിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ വരാൻ പോകുന്ന വലിയൊരു ന്യായവിധിയുണ്ട്.
ദൈവഗ്രന്ഥമായി വിശുദ്ധ ബൈബിൾ പറയുന്നു, വെളിപ്പാട് പുസ്തകം 11 വാക്യത്തിൽ, ഞാൻ വലിയൊരു വെള്ള സിംഹാസനം കണ്ടു, അതിലൊരുത്തിരിക്കുന്നത് കണ്ടു, അവന്റെ ആകാശഭൂമികൾ ഓടിപ്പോയി, മരിച്ചവർ ആഭാലവൃത്തം ആ സിംഹാസനത്തിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം, ഒരു പുസ്തകം തുറന്നു. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെ പാർട്ടിയുടെ ഒരുപക്ഷെ പുസ്തകത്തിൽ നിന്റെ പേരുണ്ടായിരിക്കാം, മതത്തിന്റെ പുസ്തകത്തിൽ നിന്റെ പേരുണ്ടായിരിക്കാം, നിനക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച ആ പേരുള്ളവരുടെ പുസ്തകത്തിന് പേരുണ്ടായിരിക്കാം. പക്ഷേ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലെങ്കിൽ, ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ തീപ്പൊയ്കയാണ് രണ്ടാമത്തെ മരണം. ഒരിക്കൽ മരണം, പിന്നെ ന്യായവിധി, നിത്യമായ നരകം. ആ നരകത്തിലേക്ക് പോകാതിരിപ്പാൻ ഇരിക്കുന്ന ഇരിപ്പിൽ, നിൽക്കുന്ന നിൽപ്പിൽ, ഇന്നത്തെ ഈ തിരുവചന കേൾവികൊണ്ട് ഈ കർത്താവായ യേശുവേ, ഈ കൃപായുഗത്തിന്റെ ഈ പൊൻപുലരിയിൽ ഈ 2000 ആണ്ടുകൾ കൊണ്ട് എനിക്ക് വേണ്ടി കർത്താവ് എന്നെ സ്നേഹിച്ച് ഭൂമിയിലേക്ക് വരാതിരുന്ന് ആ കർത്താവായ യേശുവേ അങ്ങ് വന്നിരുന്നുവെങ്കിൽ ഞാൻ കൈവിടപ്പെട്ട് നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. എന്നാൽ നീ ദീർഘക്ഷമ കാണിച്ച് ഞാൻ ഈ മദ്യവും മയക്കുമരുന്നും പാപത്തിന്റെ സ്വഭാവത്തിൽ മതത്തിന്റെ പുറകെ മതകർമ്മങ്ങൾ ചെയ്ത് മൗഢനായി ജീവിച്ചിട്ടും നീ എന്നോട് കരുണ കാണിച്ചുവല്ലോ. അല്ലയോ കർത്താവായ യേശുവേ, എന്നാൽ ഈ രാത്രി ഒരുപക്ഷെ നിനക്ക് വരാം, ഈ രാത്രിയിൽ എനിക്കൊരു മരണം സംഭവിക്കാം. എന്നാൽ ഞാൻ ആ നിത്യനരകത്തിലേക്ക് പാപിയായി പോകേണ്ടി വരും. എന്നാൽ ഇന്ന് യേശുക്രിസ്തുവിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ ആ നിമിഷം എന്നെ അങ്ങ് വിശുദ്ധനായി പ്രഖ്യാപിക്കും. ആ നിമിഷം അബ്ബാ പിതാവ് പുത്രത്തിന്റെ ആത്മാവ് എനിക്ക് തരും, എന്നെ പരിശുദ്ധ മുദ്രയിടും, എനിക്ക് നിത്യജീവൻ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്. എന്റെ പാപത്തിന് വേണ്ടി അങ്ങ് ക്രൂശിൽ മരിച്ചു, എനിക്ക് വേണ്ടി അടക്കപ്പെട്ടു, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു, എനിക്ക് വേണ്ടി ജീവിക്കുന്നു, എന്നെ ചേർക്കുവാൻ മടങ്ങി വരും. ഞാനിത് വിശ്വസിക്കുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. അങ്ങനെ ക്രിസ്തുവിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തിയെന്ന് വിശ്വസിച്ചാൽ പിന്നെ പുരോഹിതൻ കുർബാന ചെല്ലുമ്പോൾ പിന്നെ ഒരു ബലിയുടെ ആവശ്യമില്ല. എബ്രായലേഖനം 10-ാം അധ്യായത്തിന്റെ 10 മുതൽ 14 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഏകയാഗത്താൽ അവർ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്ക് സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഇത് പരിശുദ്ധാത്മാവ് സാക്ഷീകരിക്കുന്നു. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുമായിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, എന്റെ ന്യായപ്രമാണം ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ നിന്നും അവരുടെ പാപങ്ങളും അകൃത്യങ്ങളും ഞാൻ ഒരിക്കലും ഓർക്കുകയില്ല. എന്നാൽ ഈ കാലുകൂടി യാഗത്തിന്റെ പാപമോചനമെടുത്ത് ഇനി പാപങ്ങൾക്ക് വേണ്ടി ഒരു കുർബാനയും വേണ്ട. പ്രിയ സ്നേഹിത, ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ പിന്നെ നമുക്ക് അഥവാ മതപുരോഗതിന്റെ ഇടയ്ക്കൽ പോയി വീണ്ടും വീണ്ടും കുർബാന കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഒരുവൻ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയവും. പിന്നെ മരണശേഷം ഒരു പുരോഗതിനും നമ്മളെ സ്വർഗത്തിൽ വിടാൻ ഒരു ക്രിയയും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ജീവിച്ചിരുന്ന് വിശ്വസിക്കുന്നവന് നിത്യജീവൻ അന്വേഷിച്ചോടെ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ മനസ്സുണ്ടോ? നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ നിമിഷം കർത്താവായ യേശുവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഈ കൃപായുഗത്തിൽ ദൈവം മനുഷ്യനെ വിശ്വാസത്താൽ നീതീകരിക്കുന്ന, ഈ വിശ്വാസത്താൽ ഫ്രീയായി ദൈവം സ്വർഗം കൊടുക്കുന്ന ഈ കൃപായുഗത്തിൽ ക്രിസ്തുവിനെ സ്വീകരിക്കുക, നിത്യജീവനെ പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പ്രസംഗിച്ച വിഷയത്തെ കുറിച്ച് ഈ ശ്രദ്ധവലിയിൽ എന്നെ കേട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി തന്നാൽ ദൈവ തിരുവെഴുത്തിൽ നിന്നും ഞാൻ മറുപടി പറയുന്നതായിരിക്കും. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, ഒരേ ഒരു സൂര്യന് കീഴിൽ, ഒരേ ഒരു ഭൂമിയിൽ, ഒരേ ഒരു മനുഷ്യന്റെ മക്കളാണ് മാനവ സമൂഹം. ഒരേ ഒരു ദൈവം ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് മാനവരാശിയുടെ പാപപരിഹാരം വരുത്തി ഉയർത്തുന്നേറ്റ ഒരേ ഒരുവൻ, അവനാണ് യേശു ക്രിസ്തു. അവനെ സ്വീകരിച്ചാൽ ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി. മദ്യപാനമില്ല, പുകവലിയില്ല, മദ്രാക്ഷിയില്ല, പാപത്തിന്റെ യാതൊരുവിധ പാപ സ്വഭാവമില്ലാതെ ഒരു പുതിയ മനുഷ്യൻ. അങ്ങനെ പുതിയ മനുഷ്യനായി തീരുവാൻ ഈ ദേശത്തെ എല്ലാവരെയും ഈ ക്രിസ്തുവിന്റെ വചനത്താൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.